മഞ്ജു വാര്യർ ഇട്ട സെയിം സാരി ഓർഗൻസാല നമ്മുടെ ടിഷ്യൂ അപ്ലിക് വർക്ക്. വന്നതിന് ശേഷമാണ് പുതിയൊരു കട തുടങ്ങണമെന്ന് തോന്നിയത്. വാവ്, ഇതാണ് ഇപ്പൊ പിള്ളേർക്ക് വേണ്ടത്. ഓണത്തിന്റെ ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. മൽ കോട്ടണില് ബ്ലോക്ക് പ്രിന്റ് വിത്ത് മിറർ വർക്ക്. ഈ ഡിസൈൻസ് വേറെ എവിടെയും നിങ്ങൾ കാണുള്ളത്. എൻറ്റയർ കേരള എന്തോരം ഡിമാൻഡ്. അച്ഛന് അമ്മയ്ക്ക് അനിയത്തിക്ക് മരോന് മരോക്കൾക്ക് വി ഗിവ് യു കംപ്ലീറ്റ് ഗ്യാരണ്ടി. ലോ റേഞ്ച് കുർത്തീസ്, ബേസിക് റേഞ്ച് കുർത്തീസ്. നമ്മൾ ആ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം ശരിക്കും ഇപ്പൊ ട്രെൻഡിലുള്ള സാധനമാണ്. ഇതിന്റെ പല്ലുവാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. 60s ട്വില്ലിന് പറയും. ആ ട്വില്ല് ക്വാളിറ്റിയിലുള്ള ഷർട്ട്സിൽ ഓണം പ്രിന്റ്സ് കറണ്ട് ഈ ആഴ്ച വന്ന് എത്തിയേക്കുന്ന ഡിസൈൻസ്. ഒറിജിനൽ കത്താൻ, പ്യൂർ കത്താണ്. ദൈവാനുഗ്രഹം ഇതുവരെ ഒരു പീസ് റിട്ടേണോ ഡാമേജോ ഒന്നും പറ്റിയിട്ടില്ല. കേരള കുർത്തീസ് പെർ ഡേ നമുക്ക് ഒരു 10-15 ഡിസൈൻസ് എവറി ഡേ പുതിയ ഡിസൈൻസ്. ടിഷ്യൂല് ഇങ്ങനെ ലൈൻ വർക്ക് പോയിട്ടുണ്ട്. 15 years ആയിട്ട് കണ്ടിന്യൂസ് 50 ഡിസൈൻസിന്റെ മേലാണ് നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ആയി വരുന്നത്. 8,000 സ്ക്വയർ ഫീറ്റ് ഓൺലി ലേഡീസ് റെഡിമെയ്ഡും പിന്നെ കിഡ്സിന്റെ വെസ്റ്റേണും. ഇത് നിങ്ങളുടെ അല്ല, ഇതിപ്പോ ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ. ഹെവി 260 GSM കോട്ടണില് ആപ്ലിക് വർക്ക്, ബഡ്ജറ്റ് റേഞ്ച് ഉള്ള 3 പീസ് വിത്ത് ഹാൻഡ് വർക്ക്. ഇതെല്ലാം പക്ക യൂണിക്. ഇതെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത്. കൊറിയൻ ടോപ്സ്. നമുക്ക് ചൈന ഫാബ്രിക്, ചൈന ഇമ്പോർട്ടഡ് ആണ്. ഇത് എല്ലാ വെറൈറ്റീസ് ഈ ഒരു ദിയ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഫോർമൽ ഷർട്ട്സ് കാണുന്നത് കംപ്ലീറ്റ് നൈറ്റി സെക്ഷൻ ആണ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് 2 ഡിഫറെന്റ് വാഷ്. മേലെ ഒരു വാഷ്, താഴെ ഒരു വാഷ്. ഈ കടയിലത്തെ ഏറ്റവും കുഞ്ഞു ഷർട്ട് ഇതാണോ? ഇത് more than 20-25 പ്രിന്റ്സ് അവൈലബിൾ ആണ്. വലിയ പ്രിന്റ്സ് കോഡ് സെറ്റ് ജോർജറ്റില ഒറിജിനൽ ഹാൻഡ് വർക്ക്. ഇത് DH, മാസ്കോട്ട്, ഇമ്പാക്ട്, USLE, സിഗ്നേച്ചർ, സ്റ്റാറ്റസ്. ഇവരറിയാണ്ട് ഒരു കടയിലേക്ക് പോലും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് എല്ലാവരും പേര് കേട്ടിട്ടുള്ള ഒരു ഷോപ്പ് കൂടിയാണ്. 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പൊ ഇത്രയും വലിയൊരു ഷോപ്പ്, അതും 50,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വലിയ ഷോപ്പ് വരുന്നത്. അപ്പൊ ഈ ഷോപ്പിന്റെ പേര് അറിയണേക്കാളും മുന്നേ നമ്മൾ എവിടെയാണ് നിൽക്കണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം എറണാകുളത്ത്. അപ്പൊ ഈ വഴിക്ക് വരാണെങ്കിൽ ആ കാണുന്നതാണ് കോൺവെന്റ് ജംഗ്ഷൻ ട്ടോ. അപ്പൊ MG റോഡ് വഴിക്ക് നമുക്ക് അങ്ങനെ കോൺവെന്റ് ജംഗ്ഷനിലേക്ക് കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇല്ലെങ്കിൽ ഈ വഴി കണ്ടോ, ആ വഴി എന്ന് പറയുന്നത് പ്രസ് ക്ലബ് റോഡ്, ഇത് മാർക്കറ്റ് റോഡ്. അപ്പൊ എങ്ങനെ മാർക്കറ്റ് റോഡ് വഴിക്ക് എന്ന് വെച്ചാൽ മേനക വഴിക്കായാലും MG റോഡ് വഴിക്കായാലും എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നമ്മൾ ഇവിടേക്ക് എത്തിച്ചേരും. അപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇവിടെ അടുത്തുള്ള അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, MN ഫാഷൻ, MN ഫാബ്രിക്. മൊത്തം 5 ഫ്ലോർ ഉള്ളത്, അതും 50,000 സ്ക്വയർ ഫീറ്റിൽ നിറയെ കളക്ഷൻസ്. കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ വെറൈറ്റീസ് ഈ പ്രാവശ്യം നമുക്ക് ഓണത്തിന് ഒരുക്കിക്കണത് ഒന്ന് കയറി നോക്കിയാലോ. വെറൈറ്റി കൊണ്ട് വെറൈറ്റി ആണ്. വരൂ, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ആദ്യം ഇവിടുത്തെ ഡമ്മിയിൽ എന്താ വെറൈറ്റി നോക്കാം നമുക്ക്. ഇതൊക്കെ ഇപ്പൊ ഓണം കളക്ഷൻസ്, അതുപോലെ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാരീസും അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും ഒക്കെയാണ്. ഇതൊന്നല്ല മക്കളെ, ഇതൊക്കെ 0% മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇതും വെറൈറ്റി ആണല്ലോ. നല്ല ഫുള്ള് മുത്തും ഹാൻഡ് വർക്കിലും എംബ്രോയിഡറി വർക്കിലും എല്ലാം ഡീറ്റെയിൽ എന്ന് വെച്ചാൽ 4 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ. ഇത് ഒന്നുമല്ല, വീണ്ടും പറയാണ്, കളക്ഷൻസ് വരുന്നുള്ളൂ, കാണാൻ എടുക്കുന്നുള്ളൂ. ബണ്ടലുകള് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഡിസ്പാച്ച് പോകാനുള്ളതാ. ഇപ്പൊ സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉച്ചലത്തെ 12 മണി. ഉച്ചലത്തെ 12 മണി എന്ന് പറയുമ്പോ കട തുടങ്ങി ഈ നേരം ആകുമ്പോഴേക്കും ഈ കാണുന്ന ഡിസ്പാച്ച് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം കൊണ്ട് എത്ര ഡിസ്പാച്ച് പോകും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഓണം വരല്ലേ, ആണുങ്ങളുടെ കാണിക്കണ്ടേ? ഇതാണ് ഇപ്പോഴത്തെ ഒരു വെറൈറ്റി കേട്ടോ. അടിപൊളി അല്ലേ? നല്ല അടിപൊളി പ്രിന്റിലും ഡിസൈൻസും. ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ പ്രിന്റ് ഉണ്ട്. ഇതിന് ഇഷ്ടംപോലെ വെറൈറ്റീസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്. ഇവർക്ക് മൊത്തം 5 ഫ്ലോർ ഉള്ളത്. ഗ്രൗണ്ട് വിട്ടിട്ട് ഗ്രൗണ്ട് വരുമ്പോ പിന്നെ 6 ഫ്ലോർ ആവും. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ മൊത്തം സാരീസിന്റെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഇനി ഡിസ്പാച്ച് പോവാനുള്ളത്. ഇവിടെ തിരക്ക്. സാധാരണ ബില്ലിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കടയിൽ ഒരു 4-5 കൗണ്ടർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കിയേ, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ. നിങ്ങടെ വരുമോ? എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ മൊത്തം ബില്ലിംഗ് ആണ്, പാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ പോണത്. ഇവിടെ തന്നെ നമുക്ക് സാരീസിന്റെ സെക്ഷൻ. ഇതൊക്കെ ഓരോരോ കടയിലുള്ളതാണ്. നിങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ലേ? ഓണം കളക്ഷൻസ് വന്നോ തുടങ്ങി. നമുക്ക് ഇനി സാരീസിന്റെ സാറുണ്ടല്ലോ അവിടെ. സാറേ ഹായ്. ഗുഡ് മോർണിംഗ് ആണോ പറയണ്ടേ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ പറയണ്ടേ? ആകെ ഒരു കൺഫ്യൂഷൻ. എന്തായാലും ഗുഡ് ഡേ. യെസ്, ഇതൊരു ഗുഡ് ഡേ ആണ്.
ഇഷ്ടം പോലെ ഡിസ്പാച്ച് പോണ്ട്. അതും 12 മണിയാകുമ്പോഴേക്കും നമുക്ക് കട തുടങ്ങുമ്പോഴേക്കും രാവിലെ നമുക്ക് 9:30 മണിക്ക് തുടങ്ങുമ്പോ തന്നെ ആൾക്കാർ ഇവിടെ ക്യൂല് നിൽക്കുന്നുണ്ട്. ഓ സോ രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ നൈറ്റ് വരെ നമുക്ക് കംപ്ലീറ്റ് തിരക്കാണ്. തിരക്ക്. ഇനി എല്ലാ ദിവസവും നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഓണത്തിന് എന്താണോ ഒരുക്കിയിരിക്കുന്നത്? ഓണം ഇഷ്ടം പോലെ സാധനം, ഫുൾ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇവിടെ വന്നോ കാണിക്കാം. ഇതും സാരീസിന്റെ ഒരു സെക്ഷൻ തന്നെയാ. ഓരോരോ കൗണ്ടറിലും ഓരോരോ സെക്ഷൻ വൈസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ പട്ടായാലും ശരി, കാഞ്ചീപുരം ആയാലും ശരി, ഇത് കോട്ടന്റെ ആയാലും തിരക്കാണ് കേട്ടോ. പിന്നെ കൂടുതലും ഓൺലൈനും പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടീം വേറെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഓൺലൈൻ ടീം ഒരുപാട് പോകുന്നുണ്ട്. വീഡിയോ കോൾ ഫെസിലിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട്, ഫോട്ടോസ് അയക്കാറുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് സാധനം എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഈ സാരി ഇപ്പൊ ഒരു ജസ്റ്റ് കുറച്ച് സാമ്പിൾ മാത്രം കാണിക്കാം. നല്ല തിരക്കാണ്, നമുക്ക് ഒരുപാട് സമയവും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിന്റെ കട പൂട്ടണ സമയം കസ്റ്റമേഴ്സ് തീരുമാനിക്കുന്ന സമയമാണ്. നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കാരണം ഇപ്പൊ സീസൺ സമയമാണ്, സൺഡേ ഓപ്പൺ ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ഇപ്പൊ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാരി കൂടിയാണ്. ഈ വീഡിയോ ഈ സാരി കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് നമ്മുടെ മഞ്ജു വാര്യർ ഇട്ട ആ ഒരു ട്രെൻഡ്. ആ പ്രിന്റ് സെയിം പ്രിന്റ് അങ്ങനെ തന്നെ മഞ്ജു വാര്യർ ഇട്ട സെയിം സാരി, സെയിം പ്രിന്റിലുള്ള സാരി. എത്ര പീസ് വേണം? ഇനി അത് മാത്രം ഒരു ഡൗട്ട് ഉള്ളൂ അല്ലെ, എത്ര പീസ് വേണം എന്ന് വെച്ചാൽ ഒരു 500,000 പീസ് പറഞ്ഞാലും നമ്മൾ റെഡിയാണ്. കാരണം ഇതിന് ഓൾറെഡി മാനുഫാക്ചേഴ്സ് ആണ്. അതും എറണാകുളം മാർക്കറ്റിൽ വന്നിട്ട് ഈ ഒരു കടയിൽ കയറാണ്ട് ആരും പോവില്ല. എന്നാൽ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ് അല്ലെ? അതെ, എല്ലാം A to Z. ഇവിടെ എന്താ കിട്ടുക? എന്താണ് ഈ MN ഫാഷൻ, MN ഫാബ്രിക്? നമ്മുടെ USP എന്ന് പറയുന്നത് തന്നെ A to Z. നിങ്ങൾ ഒരു ഫാമിലി ഷോപ്പ്, ഒരു തുണി കച്ചവടം തുടങ്ങുകയാണെങ്കിൽ എല്ലാ ഐറ്റം നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തില് വൺ സ്റ്റോപ്പ് ഷോപ്പ് ആയിട്ട് കിട്ടും. എല്ലാം സാരീസ്, അണ്ടർസ്കേർട്സ്, ധാവണി, കേരള സാരി, ഡ്രസ് മെറ്റീരിയൽ, ടോപ്സ്, കുർത്തീസ് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ വെർട്ടിക്കൽസ് ഉണ്ട്. ചീഫ്, ബെഡ്ഷീറ്റ്, പില്ലോസ്, പില്ലോ കവർ എല്ലാം ഉണ്ട്. അണ്ടർ ഗാർമെന്റ്സ്, റെഡിമെയ്ഡ് ബ്ലൗസ്, ഇനി എന്തൊക്കെ തുണിയിൽ വരുന്ന സംഭവം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊരു ട്രെൻഡ് ആണ് കേട്ടോ സാരിയുടെ. ഇനിയുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കത്താനില് ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. ഇതിന്റെ മുന്താണി പോർഷൻ പറയൂ. ഇത് നമ്മുടെ കത്താനാണ്, ഒറിജിനൽ കത്താൻ, പ്യൂർ കത്താണ്, കോപ്പർ ജെറി ഉള്ള ഒരു പ്യൂർ കത്താണ്. ഇത് മുന്താണി പോർഷനും പിന്നെ ബ്ലൗസും കൂടി പ്ലെയിൻ ബ്ലൗസിൽ അല്ലേ? ഇത് പ്ലെയിൻ ബ്ലൗസിലുള്ളത്. അങ്ങനെ ഇത് ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ജസ്റ്റ് സാമ്പിൾസാ. പക്ഷെ എടുക്കുമ്പോ നമ്മൾ എങ്ങനെ എടുക്കണം? നമുക്ക് എല്ലാം സെറ്റ് വൈസ് വരും. ഒരു 10-15 കളർ കാണും. മിനിമം ഒരു 5 to 6 കളേഴ്സ് നമുക്ക് ഉറപ്പിട്ട് എടുക്കേണ്ടി വരും. അതില്ലാതെ പ്രോഗ്രാം കൊടുക്കണമെങ്കിൽ കൂടി നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ നമുക്ക് ആവശ്യപ്പെട്ടാണെങ്കിൽ അതും നമുക്ക് ചെയ്ത് തരാൻ പറ്റും. യൂണിഫോം ഓർഡർ വേണമെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. എല്ലാം കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാം ഇത് സെയിം അങ്ങനെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഇപ്പൊ ടൈം വേണം കേട്ടോ പ്രൊഡക്ഷൻ. നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തെടുക്കണതിന് ഒരു ടൈം വേണം. അല്ലാത്ത ഇവിടെ സ്റ്റോക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിന് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും പോവാം. അതെ, ഇതൊരു ഡിഫറെന്റ് അല്ലേ? ജാംദാനി ഇപ്പൊ ഉള്ള ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം ശരിക്കും ഇപ്പൊ ട്രെൻഡിലുള്ള സാധനമാണ്. ജാംദാനിയില് ഇത് പല്ലുവിന്റെ പോർഷൻ വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൗസും നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ. ബ്ലൗസ് ഇതാ ഈ കാണുന്നതാണ് ബ്ലൗസിന്റെ പോർഷൻ. ഇത് ആക്ച്വലി ഉൾട്ടയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇത് സ്ലീവിന്റെ പോർഷൻ അല്ലേ? ഇത് സ്ലീവ് പോർഷൻ. ജാംദാനിയില് ഇതില് ബേസ് വൈറ്റ് വന്നിട്ട് ഇതില് ഫുൾ വീവിംഗിന്റെ കളർ. നമ്മുടെ 90% സെയിൽ ക്രീമിന്റെ ബേസില് വേറെ വേറെ കളേഴ്സ്, ആ ഒരു വർക്കിന്റെ കളർ വ്യത്യാസം. പിന്നെ നമ്മുടെ ലിനൻ വിത്ത് നോട്ട് വർക്ക്, ഫ്രഞ്ച് നോട്ട് വർക്ക് ആണ് ഇത് വരുന്നത് കേട്ടോ. ലിനനില്, അതും പ്യുവർ ലിനനില് ഫ്രഞ്ച് നോട്ടാണ് വിത്ത് ജെറീര വർക്ക് സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് എല്ലാം. ഇതെല്ലാം പ്യൂർ ആണ്, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. സോ ഫസ്റ്റ് വാഷ് ആണെങ്കിൽ എത്ര വാഷ് ആണെങ്കിലും ഈ ഫിനിഷ് ഇങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ ഈ ഒരു ഫ്ലോർ മൊത്തം സാരീസിന്, അത് ഡെയിലി വെയർ സാരീസ് തൊട്ട് കാഞ്ചീപുരം സാരി ആയാലും ഫാൻസി സാരി ആയാലും എല്ലാം, കോട്ടൺ ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വീണ്ടും പറയാ, ഇത് ഹോൾസെയിൽ ആണ്, സിംഗിൾ പീസ് അലൗഡ് അല്ല. റീറ്റെയിൽകാര് വിളിക്കേ വേണ്ട. കുറെ പേര് റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്. അപ്പൊ വീണ്ടും എടുത്ത് പറയാം, അവർ ചോദിക്കാറുണ്ട് ഒരു 10 പീസ് മാത്രമേ എടുക്കാൻ പറ്റുമാണ്. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. എനിക്ക് നമ്മുടെ കസ്റ്റമർ ബേസ് എല്ലാം B2B റീറ്റെയിൽ കച്ചവടക്കാർക്ക് കൊടുക്കാറുണ്ട്. കല്യാണ പാർട്ടിയും വരണ്ട. ഇപ്പൊ 2 ലക്ഷത്തിന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടും വരണ്ട. നിങ്ങൾ വേണമെങ്കിൽ റെഫറൻസ് ചെയ്ത് തരാം. നമ്മുടെ കസ്റ്റമർ കടയിൽ ഈ വെറൈറ്റീസ് അങ്ങനെ തന്നെ ഉണ്ടാവും. അവിടെ പോയിട്ട് എടുത്താൽ മതി. ഓൾ ഓവർ ഇന്ത്യയില് ഇവരുടെ എല്ലാ കളക്ഷൻസ് അല്ലെ? അതെ. സോ
ഈ ഒരു കടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബണ്ടിലിനകത്ത് നിങ്ങൾ സൂറത്തിന്റെ ഐറ്റംസും കിട്ടും, അഹമ്മദാബാദ്, ബനാറസ്, മാവു, ഏത് സ്ഥലം ഇന്ത്യയിലെ തുണി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ അവിടുത്തെ സാധനം ഇവിടെ കിട്ടും. എല്ലാം കൂടി ഒരു കൊടക്കയില്ലേ, അത് MN ഫാഷൻ MN ഫാബ്രിക്കിൽ അല്ലേ? അതെ അതെ. ഇപ്പൊ ഇത് ട്രെൻഡ് ആയിട്ട് ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്തതാ ഓർഗൻസാല, നമ്മുടെ ടിഷ്യൂ അപ്ലിക് വർക്ക്. ടിഷ്യൂ ആണ് സാധാരണ കോട്ടണിലെ ആപ്ലിക് വർക്ക് വരാ. ഇത് സോ ഇത് ഓർഗൻസാല ടിഷ്യൂ. ഈ ആപ്ലിക്ക് ശരിക്കും പറഞ്ഞ ടിഷ്യൂവിന്റെ ആപ്ലിക്, ആ ഒരു ഷൈനിങ്നെസ് കാണാൻ പറ്റും. ഒന്നുകൂടി കൂടുതൽ പാർട്ടി വെയർ കളക്ഷൻ ആയി മാറി. അപ്പൊ ഇത് ഒരു ട്രെൻഡി കളക്ഷൻ ആണ്. അതെ. ഇനി ഇതിൽ വരുമ്പോ നമുക്ക് ഫുൾ സ്റ്റോണിന്റെ വർക്കിൽ കുറച്ച് ഫാൻസി, കുറച്ചുകൂടി ഫാൻസി കൂടി പോയി. അതെ. ഇത് സ്വരോസ്കി ഡയമണ്ട് വർക്ക്. ഇനി വേറെ വേറെ പറയും, ബട്ട് ക്ലോസിൽ വന്ന് കാണേണ്ട ഇതിന്റെ ഫിനിഷ് വെൽവെറ്റിന്റെ ഒരു ഫിനിഷ് പോലെ കാണും. ഒരു ഫെൻഡി ടച്ച്. അതന്നെ. ഒരു വെൽവെറ്റ് ഫിനിഷിംഗിൽ ഫെൻഡി ടച്ച്. എന്നാ ഒരു 10,000 രൂപയുടെ സാരി ഉടുത്ത മതിപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു സാരി ഉടുക്കുമ്പോൾ. അത്രയും ഫിനിഷിംഗ് പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് വരുന്നത്. ഇതിലും വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് എല്ലാം സാരി ആണ്. വിത്തൗട്ട് ബ്ലൗസ് ഉള്ളതും ഉണ്ട്, വിത്തൗട്ട് ബ്ലൗസും ഉള്ളതും ഉണ്ട്. എല്ലാ കുറഞ്ഞ റേഞ്ച് തൊട്ടിട്ട് എല്ലാ റേഞ്ചും എക്കണോമിക്കൽ ടു പ്രീമിയം റേഞ്ച് വരെ റേഞ്ച് നമ്മൾ പറയില്ല, കാരണം നമ്മൾ ഹോൾസെയിലേഴ്സ് ആണ്. അപ്പൊ റീറ്റെയിൽക്കാർ എന്ന് വെച്ചാൽ കടക്കാർക്ക് വിൽക്കാൻ വേണ്ടിട്ട് ഒരു മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാർജിൻ എത്ര ഇടണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നില്ല കേട്ടോ. നമ്മുടെ ബനാറസിയിലെ തന്നെ ഇങ്ങനെ കുറച്ച് പാർട്ടി ട്രെൻഡിങ് ടൈപ്പ് ഉള്ളത്, നമ്മുടെ റെഗുലർ ട്രഡീഷണൽ ആയിട്ട് ഇല്ലാതെ വേറെ ഒരു ഫ്ലവർ ടേസ്റ്റിന്റെ ഒരു ഫ്യൂഷൻ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നോർമലി ബനാറസിൽ നമ്മള് ബൂട്ട വർക്ക്സ് ഒക്കെ കണ്ടിരിക്കണത്, പക്ഷെ അത് അല്ലെങ്കിൽ സിക്സാക്ക് അങ്ങനത്തെ ടൈപ്പ്. ഇത് ഫ്ലവർ ഒരു ടച്ച് കൊടുത്തിരിക്കുന്നത്, അതും ബനാറസിൽ അല്ലെ. ഇപ്പൊ കാണിക്കരുതെല്ലാം മാക്സിമം പോണെങ്കിൽ ഒരു 1 to 2% ഐറ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ. 1% പോലും നമ്മള് ഇല്ല. എന്ന് വെച്ചാൽ അത്രയും ഒരു ഫ്ലോറിൽ എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോർ ഇപ്പൊ എത്ര 8,000 സ്ക്വയർ. എല്ലാ ഫ്ലോറും 8,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അങ്ങനെ ബനാറസി കോട്ടാല ഇതാണ്. പിന്നെ വർക്കും പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ 2 സൈഡ് ഇങ്ങനെ ഫുൾ ബോർഡർ വർക്ക്, സ്വീക്വൻസ് വർക്കിന്റെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ക്രോഷ്യ ലേസിലാണ് ഇത് തന്നെ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ സാറിനെ ഒന്ന് പിടിച്ചു നിർത്തിയത്. ഇവിടെ തിരക്കുള്ള സമയമാണ്. ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ട് പോയി? എല്ലാം ഉണ്ട്. എല്ലാവരും അവരവരുടെ ഫ്ലോറിലെ കസ്റ്റമേഴ്സ് കാണാൻ ഓരോ ഫ്ലോറിൽ എവിടെയെങ്കിലും വെച്ച് കിട്ടാണെങ്കിൽ പിടിക്കാം നമുക്ക്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ലേ? അതെ. ഇത് പ്യൂർ ബനാറസി നെറ്റ് കോട്ട. അതില് ഹാൻഡ് ബ്രഷ് പ്രിന്റും പിന്നെ ഇത് നമ്മുടെ ഇപ്പൊ ഓണത്തിന് വേണ്ടിയുള്ള ടേസ്റ്റിക്ക് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്തത്. ഓക്കെ. ഇത് ഓണായാലും ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ ആണ്, അതും ഹാൻഡ് ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഓ അത് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് വരാൻ പോണോളൂ, വെയിറ്റ് ചെയ്യൂ. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം നമ്മുടെ ഓണത്തിന്റെ ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് അല്ലേ? ഇത് സെമി ടെസറില് ബോർഡർലെസ്സിലാണ് ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് കളക്ഷൻ അല്ലേ? അതെ. സൂപ്പർ. ഈ ഓൺലൈൻ ടീംസ് കാണുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട എല്ലാ ഐറ്റംസും ഇത് ഒരുപാട് ഓൺലൈൻ ടീംസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഉള്ള സാധനമാണ്, പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഇതൊക്കെ നമുക്കിപ്പോ ഓൺലൈൻ ബിസിനസ് ചെയ്യണവരായാലും കടയുടെ പേര് എടുത്ത് പറയണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ പോകുള്ളൂ. അപ്പൊ ഉച്ച തൊട്ടുള്ള ഡിസ്പാച്ച് കാര്യങ്ങളുടെ ആ ഒരു ബണ്ടൽ ഞാൻ കാണിച്ചൊന്നുമില്ല. ഇനി ദിവസം ഇനി കെടുക്കുന്നേ ഉള്ളൂ നമുക്ക് അതിന്റെ ഉള്ളില്. അപ്പൊ ഓണം പർച്ചേസിങ് ഇപ്പൊ തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം തുടങ്ങിക്കോട്ടാ. ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ കുറച്ച് കുറവുള്ള സമയത്തില് നല്ല വെറൈറ്റി എടുക്കാൻ പറ്റും. പിന്നെ ദിവസം തീരാൻ നമ്മുടെ സ്റ്റോക്കും കുറയാൻ തുടങ്ങും. സോ എല്ലാ കസ്റ്റമേഴ്സിടെ പറയരുത്, ഇപ്പൊ തന്നെ വന്ന് അറ്റ്ലീസ്റ്റ് 2-3 പർച്ചേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വെറൈറ്റി ഇഷ്ടം പോലെ. അപ്പൊ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 1.5 മാസം മുന്നേ നമ്മൾ അതിന്റെ ഓണത്തിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണം. അത് റീറ്റെയിൽക്കാരായാലും ഹോൾസെയിൽ ആകുമ്പോൾ അതിന് മുന്നേ തുടങ്ങും. ഇവരൊക്കെ 6 മാസം 8 മാസം മുന്നേ ഇവര് തുടങ്ങി. സോ എല്ലാ ദിവസവും നമ്മൾ പൊട്ടിക്കരുത് കൊണ്ടിട്ട് എല്ലാ വെറൈറ്റീസും നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റൂല. ഇന്ന് ഈ വെറൈറ്റീസ് കാണരുത്, ഉറപ്പായിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇനി വേറെ ഇഷ്ടം പോലെ ഇനി വെറൈറ്റീസ് വരാനുണ്ട്. വെറൈറ്റി ഇഷ്ടം പോലെ കിട്ടും. അത്രയ്ക്ക് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. ഇതൊരു കളക്ഷൻ നമ്മുടെ ബനാറസിയിലെ തന്നെ നമ്മൾ ചെക്ക് പാറ്റേൺ. ഇപ്പൊ കുറെ പേര് ഈ ചെക്കിന്റെ ഐറ്റംസ് കുറച്ച് ചോദിക്കുന്നുണ്ട്. പണ്ടത്തെ ട്രഡീഷണൽ ഐറ്റംസ് ചെട്ടിനാട് സ്റ്റൈലില് ഇങ്ങനത്തെ ബനാറസിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതല്ലേ? ഓക്കെ. ഇതും ഓണം സ്പെഷ്യൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയാനും പറ്റില്ല, കാരണം വെഡിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും ഇല്ലേ?
വെഡിങ്ങിന് സൂപ്പർ ആയിരിക്കും. ഇത് നമുക്ക് 365 ഡേയ്സ് ഇത് ഓൾറെഡി കുറെ ഇങ്ങനെ ഒരു റൗണ്ടിന്റെ ഡിസൈൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഡിസൈൻസ് നമ്മളെ ഇനിയും കുറച്ചുകൂടി കാണിക്കാം. ഇതെല്ലാം നമുക്ക് എപ്പോഴും 365 ഡേയ്സ് നമുക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വെഡിങ്ങിന്റെ ടേസ്റ്റ് പോறது കൊണ്ട്, അതായത് ഓണം ആയാലും ഓണം കഴിഞ്ഞിട്ടായാലും അല്ലെങ്കിൽ വെഡിങ് ആ ഒരു പർപ്പസിനൊക്കെ സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. മെറ്റീരിയൽ വൈസും ഒന്നും പറയാലോ. ഇപ്പം ഇതിന്റെ തന്നെ വൈറ്റ് ബേസിൽ കുറെ ഉണ്ട് കേട്ടോ. ഡിസൈൻസ് കാണണമെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. പിന്നെ സമയമൊക്കെ വിളിച്ച് ചോദിക്കുക, എപ്പോഴൊക്കെ വിളിക്കണം. കാരണം ഭയങ്കര തിരക്കാണ്. ഈ ഒരു കട എന്ന് പറയുമ്പോൾ തിരക്കുള്ള ഒരു കടയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ വരണുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി എല്ലാം സെറ്റ് ചെയ്തിട്ട് പോണതാ. ഇന്ന് രാവിലെ കസ്റ്റമേഴ്സ് കയറുമ്പോ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ വിരിച്ച് കാണിക്കാതെ ഇരുന്നെങ്കിൽ സാരി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഞാനും ഇത് എന്ന് വെച്ചാൽ ഞാനും പെട്ടെന്ന് പുറത്ത് വന്നിട്ട് ഓണത്തിന്റെ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ടോ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ചോദിച്ചു ഒരു പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇരുപതില് തൃപ്തിപ്പെടാൻ എന്തായാലും ബാക്കി കുറെ ഉണ്ടാവും കാണാൻ. സോ ഇത് നമ്മുടെ നെറ്റ് കോട്ടാല ഹാൻഡ് വർക്കും പിന്നെ കട്ട് വർക്കും സ്കാലപ്പ് ഇട്ടത് കംപ്ലീറ്റ്. ഇതെങ്ങനെ ബോർഡർ എന്ന് വെച്ചാൽ മുന്താണി സെപ്പറേറ്റ് ആയിട്ടില്ല, ഓവറോൾ ഇത് തന്നെ അങ്ങനെ പോകും. ഫുൾ അങ്ങനെ തന്നെ കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാണണമെങ്കിൽ നമുക്ക് എന്താ പറയാ നേരിട്ട് വരാണെങ്കിൽ ഇവര് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങൾ പറയാം. ഇത് ഇവിടെ എന്താ സാരി ഉണ്ട്, എവിടെ ഫുള്ള് സാരീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും കാണിക്കാണ് ഇങ്ങനെ വിരിച്ച് കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഉള്ള ടിഷ്യൂല് ലൈൻസ് പോയിട്ടുണ്ട് അല്ലേ? ടിഷ്യൂല് ഇങ്ങനെ ലൈൻ വർക്ക് പോയിട്ടുണ്ട്. ഇത് മുന്താണി. ഇതൊരു സിംഗിൾ ടോൺ ടു ടോണിൽ വരുന്നതാണ് വിത്ത് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ആ സെയിം മുന്താണിയുടെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. അടിപൊളി പട്ട് സാരി. ഇവിടെ റേറ്റ് ഒക്കെ ഭയങ്കര എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് എന്റെ കണ്ടീഷൻ. നിവർത്തിയില്ല. ഇങ്ങനെ സിപ്പ് ചെയ്തിട്ട് കാണാം. ഈ കാണുന്നത് ഫുള്ള് ഇവിടെ എല്ലായിടത്തും നിറവ് സാരീസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ലാസ്റ്റ് 3 ദിവസത്തിന്റെ കളക്ഷൻസ് മാത്രമേ. സോ ഇനിയും ഇതിന്റെ ഒരു തിരിച്ച് പറയരുത്. ഓണം ഇനിയും തുടങ്ങിയിട്ടില്ല. ഓണം നാട്ടുകാർക്ക് തുടങ്ങിയിട്ടില്ല, പക്ഷെ നമുക്ക് സെയില് പതുക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇതെല്ലാം കണ്ട ഒരു നല്ല കളർ ചാർട്ടും ടിഷ്യൂല് നോക്കാം നമുക്ക്. ഫുൾ ടിഷ്യൂല്, അത് സോഫ്റ്റ് ടിഷ്യൂല് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ടോൺ ടു ടോണില് വരുന്നതാണ്. അന്ന് ഒരു തിളക്കം ഉണ്ടോ ചോദിച്ചാൽ തിളക്കമുണ്ട്. ഇതിന് നമ്മുടെ കളർ ചാർട്ട് എന്ന് പറയുമ്പോ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യறது കൊണ്ടിട്ട് കേരളന്റെ പക്ക ടേസ്റ്റ് മാത്രമേ ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ 15 കളർ എന്ന് പറഞ്ഞാലും എല്ലാം കളറും ഇവർ സെലക്ട് ചെയ്ത രീതിയിൽ തന്നെ നമ്മുടെ കളർ അതില് ഇത് ഫുൾ ആ ഒരു സെയിം ഒരു സാരിയുടെ കളക്ഷൻസ് ഡിഫറെന്റ് കളേഴ്സ്. ഇതിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടി കൊണ്ടുവരായിരുന്നു അല്ലേ? ഒന്ന് തട്ടിയാന്ന് അവിടെ ഇങ്ങോട്ട് ആക്കിയ ഇവരെ സാരീസ് ലോഡ് കണക്കിന് ഇങ്ങനെയാണ് പോണത് കേട്ടാ ട്രോളിയില്. അപ്പൊ പൊക്കോട്ടെ. അപ്പൊ ഒരാളെങ്ങനെ പിടിച്ചതാണ്. അപ്പൊ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവാം. നമുക്ക് സാരി നമ്മുടെ രാജഗുരു ഇങ്ങനെ നമ്മുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡ്സും ഉണ്ട്. അവിടെ എക്സ് ബോംബെന്റെ ബ്രാൻഡാണ് അത്. സോ അവിടുത്തെ റേറ്റിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ആ ഒരു കാര്യം കൂടി പറഞ്ഞപ്പോഴാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചാൽ ബോംബെയില് ഡയറക്റ്റ് പോയി നമ്മൾ ട്രാവൽ ചെയ്തിട്ട് സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ മേടിക്കുന്നേക്കാളും കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരാം. എന്ന് വെച്ചാൽ സെയിം ആ ഒരു റേറ്റ് തന്നെ ഇവിടെ കിട്ടുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് സ്റ്റേ എക്സ്പെൻസ് എന്തിനു നമ്മൾ കൊടുക്കണം. അതെ. പിന്നെ ഒരു ബണ്ടില് ശരിക്കും പറഞ്ഞാൽ ഈ ബോംബെന്റെ ഒരു കളക്ഷൻ വെക്കാൻ പറ്റും, പിന്നെ ബനാറസിന്റെ ഒരു കളക്ഷൻ വെക്കാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബോംബെന്റെ ഒരേ ഒരു പാർസൽ മാത്രം എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഐറ്റം നമുക്ക് വേണ്ടിയതുപോലെ എല്ലാ ബ്രാൻഡ് വരുന്നത് രാജഗുരു ബ്രാൻഡ്. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇവിടെ മാത്രം കേരളത്തില് ഇവരാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറെ ബ്രാൻഡ്സ് ആഷിക ഉണ്ട്, ഇവിടെ ആഷിക ഉണ്ട്, പിന്നെ വിശ്വംബർ നാഗദാസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡ്സും ഉണ്ട്. അതില്ലാതെ നമ്മുടെ പ്രൊഡക്ഷനും ഉണ്ട്. ഇത് രാജഗുരു. ഇതെല്ലാം രാജഗുരുവിന്റെ സാരി തന്നെ കാത്താവർക്ക്. ഇത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഏജുകാർക്ക് എല്ലാം പ്രായക്കാർക്ക് പോകുന്ന ഒരു സാരിയാണ് അല്ലെ? എല്ലാ ഏജിലും അതിലും ഇതിലും കളേഴ്സ് ഇഷ്ടംപോലെ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ഒറിജിനൽ കാന്ത വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഒന്നും എംബ്രോയിഡറിയുടെ വർക്ക് അല്ല, സെമി ടെസർ. ഏത് പ്രായക്കാർക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? ഓക്കെ. അപ്പൊ ഇതൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ ടേസ്റ്റിക്ക് നമ്മൾ അവരെയും വെച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. സോ ആ ടേസ്റ്റ് ഉള്ളത് കൊണ്ടിട്ട് കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ കേരള ടേസ്റ്റിൽ വേണമെങ്കിൽ ഇവിടെ MNL ഉറപ്പായിട്ട് എല്ലാ ഐറ്റവും നമ്മുടെ ടേസ്റ്റിൽ മാത്രമാണ്. ഇനിയും കാണിക്കാനൊക്കെ ഉണ്ട്. ഇനി മുകളിലേക്ക് പോകാല്ലേ? ഇവിടെ തീരൂല. വൈറ്റ് മാത്രം, അതും കോട്ടണില് മാത്രം എന്ന് പറയുമ്പോ ഈ ഫുൾ വൈറ്റില് അതില് പ്രിന്റില് വരുന്നുണ്ട്, ആപ്ലിക് വർക്ക് വരുന്നുണ്ട്, ത്രെഡ് വർക്കിൽ വരുന്നുണ്ട് അല്ലേ? അതെ. ഇതില് പ്രത്യേകിച്ച് ഈ ഒരു ഐറ്റം കാണിക്കണമെങ്കിൽ ഏകദേശം നമ്മൾ ഒരു 15 വർഷമായിട്ട് ഈ ഒരു ഡിസൈൻ നമ്മൾ
15 years ആയിട്ട് കണ്ടിന്യൂസ് ഈ ഒരു ഡിസൈൻ ഇന്ന വരെ നമുക്ക് ഇതിന്റെ സെയിൽ ഉണ്ട്. ഇത് ഒരു ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ് കൂടിയാണ്. അതിന്റെ ബ്ലൗസ് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വൈറ്റ് ബേസിൽ തന്നെ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ. ഇപ്പൊ റെഡ് ആയാലും ബ്ലാക്ക് ആയാലും ഈ കാണുന്ന ഫുൾ അതിന്റെ സ്റ്റോക്ക് ആയിരിക്കണത്. ഇതൊന്നും ഒന്നും അല്ലാന്ന് ഇതോടേക്ക് വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ കൂടുതൽ ടീച്ചേഴ്സ് ജസ്റ്റ് റെഡിമെയ്ഡ് ബ്ലൗസ് ഒരു സെക്കൻഡ് കാണിച്ചിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളതാ. അതെ, റെഡിമെയ്ഡ് ബ്ലൗസ്. പിന്നെ അതുപോലെ തന്നെ അണ്ടർ സ്കർട്ടും ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കുറച്ച് ഇപ്പൊ പുറത്ത് ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചത് മാത്രം കാണിക്കുന്നുള്ളൂ നമ്മള്. സ്ട്രെച്ചബിൾ ഫാൻസി അതിലെ തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോ പ്ലെയിൻ ആയിരുന്നു. ഇപ്പൊ ഇതിനകത്ത് ഫാൻസി ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ പോകുന്നുണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ്. അതും പ്രിൻസസ് കട്ട് വിത്ത് പഫിലാണ് ഈ ഒരു വെറൈറ്റി വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ, അത് പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഒന്നും അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ ഏതാന്നുള്ളത് കാണിക്കുന്നുള്ള. പക്ഷെ എന്തായാലും നേരിട്ട് വന്നാൽ നല്ല നല്ല കളക്ഷൻസ്. ഇതൊരു അംഗ്രക്ക സ്റ്റൈലിൽ വരുന്ന ഒരു കളക്ഷൻ, പ്രിൻസസ് കട്ടിൽ തന്നെ വരുന്നതാണ്ടോ. ഇനി ഒരു അണ്ടർ സ്കർട്ടിന്റെ ഒരു ജലക്കും കൂടി കാണിച്ചു കൊടുക്കാം. ഈ അണ്ടർ സ്കർട്ട് ഇങ്ങനെ ഇത് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഓക്കെ, ഇത് ഷേപ്പ് വേറെ. ഇപ്പൊ എല്ലാവർക്കും ഷേപ്പ് വേറെ മറ്റേ പാനൽ വർക്ക് അങ്ങനെ നമ്മുടെ റെഗുലർ ഫിറ്റ് ഇപ്പൊ ആർക്കും വേണ്ട, എല്ലാവർക്കും ഷേപ്പ് വേറെ. നമ്മുടെ ഷേപ്പ് വേറെ ലൈക്രാലിയും വെച്ചിട്ടുണ്ട്, കോട്ടണിലും ഉണ്ട്. കോട്ടണിലും ഉണ്ടോ? പോപ്ലിൻ കോട്ടണിലും ഉണ്ട്. എല്ലാം നമ്മൾ ഇപ്പൊ ഉള്ള ട്രെൻഡിക്ക് ഏത് സാധനം വേണമെങ്കിൽ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം ഈ പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, കറുപ്പ്, വെള്ള ഒക്കെ അണ്ടർ സ്കർട്ട് മാത്രം. ഇത് ഇവിടെ മാത്രല്ല കേട്ടോ, ഈ അടിയിൽ നോക്കിയേ, ഇതൊക്കെ അണ്ടർ സ്കർട്ടിന്റെ ഒരു സെക്ഷൻ മാത്രം. ഇത് നമ്മള് കോണി വരെ വെറുതെ വിട്ടിട്ടില്ല, എല്ലാത്തിലും സാധനങ്ങൾ ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. അതായത് ഇവിടത്തെ കോണീര മോൾ വശം നോക്കിയേ, ഈ ഒരു മോൾ വശം ഫുൾ നിറച്ച് വെച്ചേക്കാണ്. ഇത് ഫുൾ ബ്ലൗസിന്റെ ബ്ലൗസ് 2x2 അണ്ടർ സ്കർട്ട് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? മുകളിലേക്ക് പോവാം. മുകളിൽ ഇനി എന്താ വെറൈറ്റി കഴിവിന്റെ ഇവിടെ സാരിയെ കുറിച്ച് പറഞ്ഞോളൂ. അപ്പളിക്കുന്ന സാരി കൊടുത്ത് ഇവിടെ ആള് ഹാസിർ. എന്ത് രസമല്ലേ ആപ്ലിക് വർക്കില്. ചേച്ചി എവിടുന്നാ? എവിടെയത്? ആലപ്പുഴ. കടയുണ്ടാ? കടയുണ്ട്. ഇവിടെ എങ്ങനെ സെലക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ്? ജസ്റ്റ് ഒരു സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടു? ചേച്ചി ഒറ്റയ്ക്കാണോ? 3 വർഷമായി ഇവിടുന്ന് എടുക്കണം, പർച്ചേസ് ചെയ്യണത്. ഞങ്ങൾ ഈ സാരിയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ അവിടെ ഇവിടുത്തെ സാരിയാണ് അല്ലെ. നല്ല ഭംഗിയുണ്ട് കേട്ടാ, സൂപ്പറായിട്ട്. ഞാൻ ഇത് ഞങ്ങളെ സാരി എടുത്ത് കാണിച്ച് അവിടെ കുറച്ച് നേരമായിട്ടുള്ള വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പോലെ അതിലപ്പോഴേക്കും ചേച്ചി ഐശ്വര്യമായിട്ട് കയറി വരാണ്. ഞാൻ കട തുടങ്ങിയിട്ട് 3 വർഷമായി. ഇവിടുന്ന് ഇപ്പൊ 9 വർഷത്തോളമായി പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ 3 വർഷമായി കട തുടങ്ങിയിട്ട് 9 വർഷമായി പർച്ചേസിങ്. അത് മനസ്സിലായില്ല. ഓൺലൈൻ നമ്മുടെ വീട്ടിലേക്കുള്ളത് ഓൺലൈനായിട്ട് ഇവിടുന്ന് പർച്ചേസ്. ഓൺലൈൻ ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇപ്പൊ ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമാണ് പുതിയൊരു കട തുടങ്ങണമെന്ന് തോന്നിയത്. ഓ ഗ്രേറ്റ്. അതിന് വേണ്ടി ഒരു ക്ലാപ്പ്, ഒരു ലൈക്ക് ചേച്ചിക്ക് വേണ്ടിട്ട്. താങ്ക് യു ചേച്ചി. നമ്മൾ അടുത്ത ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ വെറൈറ്റി. സാറ് ഇവിടെ ഉണ്ടോ? അവിടെ കണ്ടില്ല. വെൽക്കം. ഞാനല്ലേ പറയണ്ട എന്റെ ചാനലിലേക്ക്. പക്ഷെ നമ്മളെല്ലാരും വെൽക്കം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലോർ എന്താണ് ഇവിടെ വെറൈറ്റി? ഇവിടെ മൊത്തം ലേഡീസ് ആൻഡ് ഗേൾസിന്റെ റെഡിമെയ്ഡ് സെക്ഷൻസ് ആണ്. കംപ്ലീറ്റ് 8000 സ്ക്വയർ ഫീറ്റ് ഓൺലി ലേഡീസ് റെഡിമെയ്ഡും പിന്നെ കിഡ്സിന്റെ വെസ്റ്റേണും. കുട്ടികളുടെ ഐറ്റംസ്, കുർത്തീസ്, നൈറ്റീസ്, 3 പീസ്, പിന്നെ വെസ്റ്റേൺ, ബോംബെ വെസ്റ്റേൺ, പിന്നെ ഇന്നർ വെയർ ഉണ്ട്, ബോട്ടം വെയർ ഉണ്ട്, എല്ലാ വെറൈറ്റീസ്. ഫീഡിംഗ് ടോപ്സ് ഉണ്ട്, ബിഗ് 3, 4, 5XL ടോപ്സ് ഉണ്ട്. എല്ലാ വെറൈറ്റീസും ഈ ഫ്ലോറും മാത്രം. ഈ ഒരു ഒറ്റ ഫ്ലോറിൽ അതും ഇത്രയും അധികം സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഇപ്പൊ സീസണിന്റെ സ്റ്റോക്ക് ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കണ്ടിന്യൂ നമുക്ക് 365 ഡേയ്സ് നിങ്ങൾ എപ്പോ വന്നാലും ഈ സ്റ്റോക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വേറെ കളക്ഷൻസ്. ഈ കാണുന്ന വെറൈറ്റീസ് അല്ല നിങ്ങൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. എവറി ഡേ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് എന്താ, നമുക്ക് ഇപ്പൊ ഓണാണ്, ഓണത്തിന് എന്തെങ്കിലും വെറൈറ്റി വന്നിട്ടുണ്ടോ? വെറൈറ്റി കൊണ്ട് വെറൈറ്റി ഉള്ളോ? കംപ്ലീറ്റ് വെറൈറ്റി. അപ്പൊ ഈ കാണുന്ന ഈ കുർത്തി സെക്ഷൻ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ അല്ല കംപ്ലീറ്റ് ഈ കാണുന്ന 5-6 സെക്ഷൻസ് കംപ്ലീറ്റ് ഈ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഇവിടെ കാണുന്നത് ഇത് കോട്ടൺ ഹാൻഡ് വർക്ക് വെറൈറ്റീസ്. അപ്പുറത്ത് ഉള്ളത് പ്ലെയിനിലെ ഹാൻഡ് വർക്ക് വെറൈറ്റീസ്, ജോർജറ്റ്, ഷിഫോൺ ഒക്കെ വെറൈറ്റീസ്. ഇവിടെ കാണുന്നത് നിങ്ങൾ മറ്റേ ഫാബ്രിക്, വെർട്ടിക്കൻ, റയോൺ, ഫാൻസി ഫാബ്രിക്സ്, അങ്ങനെ പല സെക്ഷനിലാണ്. ഓരോ ഐറ്റം ഓരോ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വരാണെങ്കിൽ തന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും, നമുക്ക് കൺവീനിയന്റ് ആണ് ഓരോരോ സെക്ഷനിൽ പോയിട്ട് ഓരോരോ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ സമയം ലാഭിക്കാം. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം ഓണത്തിന്റെ ക്രീം കുർത്തീസ് ആണ്. ഓക്കെ, സന്തോഷട്ടോ. ഓർമ്മയുണ്ടാ? ഓരോന്നോരോ നിങ്ങളുടെ പടപടാന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചതാ. ഇങ്ങനെ നിങ്ങൾ നടിക്കുന്ന ലെവലിക്കാ
ആ അതെ ഓണം കളക്ഷൻസ് ഇങ്ങനെ ഇതെല്ലാം ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ. അതെ പുതിയ പുതിയ കളക്ഷൻ എടുത്തെടുത്ത് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കൂ. ഞങ്ങൾക്ക് ആദ്യം കളക്ഷൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇത് ഒരു അംബ്രേല സ്റ്റൈലില് ഫുൾ ഹാൻഡ് വർക്കും എംബ്രോയിഡറിയും ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും അങ്ങനെ ഡീറ്റെയിലിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ സ്ട്രേറ്റ് ആണെങ്കിൽ സ്ട്രേറ്റിൽ വരുന്നുണ്ട് പാച്ച് വർക്ക്, പിന്നെ ഹാൻഡ് വർക്കും കയറിയിട്ടുണ്ട്. പിന്നെ അടിയിലത്തെ ഈ ഒരു സെറി മറക്കണ്ടാവും നോക്കാനായിട്ട്, ചിലടത്ത് പ്ലെയിൻ ആയിരിക്കും വരിക, സെറി ഉണ്ട്. പിന്നെ ഇതൊരു വർക്ക്, ഇപ്പൊ ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രം കേട്ടോ, കുറച്ച് പീസ് നമ്മള് ജസ്റ്റ് പെട്ടെന്ന് ഈ കേരള കുർത്തീസ് പെർ ഡേ നമുക്ക് ഒരു 10-15 ഡിസൈൻസ് എവറി ഡേ പുതിയ ഡിസൈൻസ് ചെയ്തോണ്ടിരിക്കുന്നത്. പുതിയത് ചെയ്തോണ്ടിരിക്കും, പുതിയത് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ വരുമ്പോഴും പുതിയത് കിട്ടും. നമ്മൾ കാണുന്നത് ഈ കോട്ടന്റെ ഫ്ലെയറും സ്ട്രേറ്റ് 2 പീസ് കുർത്തീസ് 3 പീസ് എല്ലാം ഈ കോൺസെപ്റ്റിലാണ്. ബ്ലോക്ക് പ്രിന്റ്, പിന്നെ ബ്ലോക്ക് പ്രിന്റ് ശരിക്കും അത് ഓപ്പൺ ചെയ്തല്ലോ അതിന്റെ. വാവ്, ഇതാണ് ഇപ്പൊ പിള്ളേർക്ക് വേണ്ടത് അല്ലേ? ഇതിപ്പോ കുറച്ച് ടീനേജേഴ്സ് തന്നെയല്ല, ഇപ്പൊ എല്ലാ ഏജിലുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ സ്ലീവ്ലെസ്സിലാണ്. ഇതില് ഒരു കോട്ട് സെറ്റും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി. അതാണ് ഇപ്പൊ ട്രെൻഡ് നടക്കണത്. കോട്ട് സെറ്റ് ഉണ്ട് അല്ലേ? ത്രെഡ് വർക്കില് ഇതും കോട്ടണില് സ്ട്രേറ്റില്. ഇതുപോലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. പെർ ഡേ നമുക്ക് 50 ഡിസൈൻസിന്റെ മേലാണ് നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ആയി വരുന്നത്. എവറി ഡേ മോർ ദാൻ 50 ഡിസൈൻസ്. ചുരുക്കം പറഞ്ഞാൽ ഓരോ കടയിലും ഓരോരോ ഡിഫറെന്റ് ഇവിടുന്ന് എല്ലാ കടയിൽ നിന്ന് ആൾക്കാർ വന്ന് മേടിച്ചാലും ഓരോരോ ഡിസൈൻസ് ആയിരിക്കും മാറി മാറി കിട്ടുന്നത്. ഈ കാണുന്ന ഡിസൈൻ നാളെ കാണൂല. എവറി ഡേ മോർ ദാൻ 50 ഡിസൈൻ. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ എടുക്കുമ്പോ എങ്ങനെയാ എടുക്കണ്ടെന്ന് വെച്ചാലേ, ഇത് മീഡിയം പറഞ്ഞോളൂ, മീഡിയം ML XL XXL. ഇപ്പൊ ഒരു ഡിസൈൻ എടുത്താൽ സിംഗിൾ കളറിന്റെ 4 അളവ് അങ്ങനെയുണ്ട്. എന്നാ നമുക്ക് സൈസ് മൾട്ടിപ്പിൾ കളേഴ്സും ഉണ്ട്. മൾട്ടിപ്പിൾ കളേഴ്സിൽ ഒരു സൈസിൽ അല്ല ഒരു കളറിന്റെ 4 അളവ്. ഇത് ഇങ്ങനെ അല്ലാണ്ട് ഈ മറ്റേ ടൈപ്പില്ലേ, ഡിഫറെന്റ് കളേഴ്സ് ഒരു സൈസ് അങ്ങനെയും കിട്ടും, ഇങ്ങനെയും കിട്ടും. അത് ഡിപ്പെൻസ് ആണ് നിങ്ങൾ വരുമ്പോ എന്താണ് അതിനനുസരിച്ചിട്ട് കേട്ടോ. അങ്ങനെയാണ് കച്ചവടക്കാർ എടുക്കേണ്ടത്. പുതിയത് സ്റ്റാർട്ടപ്പ് ചെയ്യണവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് പുതിയതായിട്ട് എന്ന് വെച്ചാൽ ഒന്നും ഫാബ്രിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല, അപ്പൊ അവർക്ക് എന്താ, നമ്മൾ ഓൾമോസ്റ്റ് 25 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസാ. സ്റ്റാഫ് ഇപ്പൊ നമുക്ക് കയ്യിലുള്ള സ്റ്റാഫ് ML വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും മോർ ദാൻ 20 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ അവർക്ക് ഈച്ച് ഫാബ്രിക്, ഈച്ച് ഫിനിഷിങ് എല്ലാം പക്ക നോളജ്. പിന്നെ അത് മാത്രമല്ല ഓരോ ഏരിയയിലും എന്ത് വെറൈറ്റി ആണ് പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ എടുത്താൽ തന്നെ മലബാർ വേറെ ടേസ്റ്റ് ആണ്, എറണാകുളം, ഇടുക്കി, കോട്ടയം വേറെ ടേസ്റ്റ് ആണ്, ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട വേറെ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റാഫിന് കംപ്ലീറ്റ് നോളജ് ഉണ്ട്. അപ്പൊ ഏത് ജില്ലയിൽ നിന്ന് നിങ്ങൾ വന്നാലും നമ്മൾ എന്ത് വെക്കണം എന്നുള്ള ഒരു ട്രെയിൻ ഇവിടുന്ന് തന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനുള്ള ഇവിടുന്ന് ഒരു ഇത് തരും, അനുവാദം തരുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ എന്തും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം നടക്കില്ല. നിങ്ങൾക്ക് എന്താണ് അവിടെ വെക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇവിടുന്ന് പറഞ്ഞതിന് ശേഷം അത്. കാരണം നിങ്ങൾ എന്തെങ്കിലും അവിടെ കൊണ്ടുവച്ചിട്ട് കച്ചവടം ഇല്ലെങ്കിൽ നമ്മൾക്കും ബുദ്ധിമുട്ടാണ്. അവിടെ കച്ചവടം നടന്നാലല്ലേ ഇവിടെ കച്ചവടം നടക്കുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എൻറ്റയർ കേരളന്റെ ടേസ്റ്റ് ആണ്. പല ഡിസ്ട്രിക്റ്റിലും പല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ടേസ്റ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. നോട്ട് ജസ്റ്റ് സെൻട്രൽ കേരള ഓർ സൗത്ത് കേരള മാത്രമല്ല, നമുക്ക് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഉള്ള എല്ലാ കളക്ഷൻസും എല്ലാ ടേസ്റ്റുമാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. അടുത്ത് ചെയ്യുന്നത് നമുക്ക് 3 പീസ് ചുരിദാർ. ഇപ്പൊ നമ്മൾ കണ്ടത് കുർത്തി, ഇത് കൂടാണ്ട് 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, കോട്ട് സെറ്റ് ഉണ്ട്, ഗൗൺസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ എന്താ ഉള്ളത്? ഇത് മൊത്തം നിങ്ങൾ കാണുന്നത് വെസ്റ്റേൺ. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 3 പീസ് സെക്ഷൻ. 3 പീസിന്റെ കുറച്ച് ഡിസ്പ്ലേ ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അല്ലാണ്ട് നമ്മൾ കുറച്ച് വേറെയും വെറൈറ്റീസ് നമ്മൾ നോക്കാം. ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന് ഇറങ്ങിയത് ടസർ ഫാബ്രിക്കിന്റെ. മേഡം നിങ്ങളുടെ വായോ ഓഫീസിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയാളോ? വാ, കണ്ടില്ലല്ലോ. ഹായ്, എന്താണ് ഞങ്ങളോട് പറയാനുള്ള? പ്രത്യേകിച്ച് ഓണം വരാൻ പോണേ, ഇപ്പൊ തന്നെ ഓണത്തിന്റെ സാരിയൊക്കെ കൊടുത്ത് നിൽക്കാണല്ലോ. അതെ. സോ ഓണത്തിന് നമ്മള് ഈ പ്രാവശ്യം, ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, ഞങ്ങളുടെ കട ആയതുകൊണ്ട് പറയുന്നല്ല, കളക്ഷൻസ് ഉണ്ട്. കറങ്ങി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കറങ്ങി ഒരു 50-60 സിറ്റീസിലൊക്കെ കറങ്ങിയിട്ടാണ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, ക്രീം ഓഫ് ദ ക്രീം സെലക്ഷൻസ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഈ പ്രാവശ്യത്തെ കളക്ഷൻ കണ്ടുകഴിയുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് ദ പർച്ചേസ് ടീം. എൻറ്റയർ പർച്ചേസ് ടീം
ഇത്രയും ഈവൻ പ്രൈസ് വൈസ്, ക്വാളിറ്റി വൈസ്, സെലക്ഷൻ വൈസ്, വെറൈറ്റി വൈസ് എന്തിതായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഐ മീൻ മാർക്കറ്റ് ടോക്ക് ഉണ്ടായിരുന്നു, M1 ആണ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഈ 2025 MNക്കാര് തന്നെ കൊണ്ടുപോകും. ഹോപ്പ്ഫുള്ളി ക്രോസ് ഫിംഗേഴ്സ് ക്രോസ്. പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഐറ്റം കാണുമ്പോ, പിന്നെ നമ്മുടെ പിള്ളേരുടെ എല്ലാവരുടെ സർവീസും കാണുമ്പോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സോ പ്ലീസ് വിസിറ്റ് അവർ ഷോറൂം. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് ആണ്. അവർ ഷോറെന്ന് പറയാൻ വരട്ടെ, ഇത് നിങ്ങളുടെ അല്ല, ഇതിപ്പോ ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെ? സത്യല്ലേ? ഇത് ഈ ഒരു ബിൽഡിംഗ് മാത്രം നിങ്ങളുടെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരോ സ്റ്റോക്ക് ഒക്കെ നമ്മുടെയാണ്. നമ്മൾ സെലക്ട് ചെയ്താൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം, കടയിൽ കൊണ്ടുപോകാം, നേരത്തെയൊക്കെ ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരാക്കാം അല്ലെ? അതിനുള്ളത് ഇവരൊക്കെ ഒരുങ്ങി കഴിഞ്ഞിരിക്കണോ. ഇനി പുതിയതായിട്ട് കാണുന്നവർക്ക് സാറിനൊന്നും ഞാൻ ശരിക്കും പരിചയപ്പെടുത്തിയില്ല. ആരാണ് എന്താണെന്ന് പറഞ്ഞേ? ഓക്കെ, സാറ് എന്റെ ബ്രദറിൻലോ ആണ്. അപ്പോ സാർ ഇപ്പോ ശരിക്കും ഇടയ്ക്ക് ഞാനൊരു 2 months ആയിട്ട് സാറിനെ കണ്ടിട്ടേ ഇല്ല. ഫുൾ ടൈം പർച്ചേസിംഗിലായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ഭംഗിയായിട്ട് എല്ലാം യുനോ അത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ. റെഡിമെയ്ഡ്സിൽ ശരിക്കും ഒരു ക്വാളിറ്റി നമ്മൾ ഇവിടെ സാറും സാറിന്റെ ടീം എല്ലാവരും കൂടി നമ്മൾ ശരിക്കും പർച്ചേസിംഗ് ടീം ഇവരാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്ന ടീം. അപ്പൊ നമ്മുടെ MN ഫാഷൻ, MN ഫാബ്രിക്കിന്റെ ഓണേഴ്സ് ആണ്. ഇനിയുണ്ട് ഓണേഴ്സ്. അവര് എവിടേക്കോ ഓരോരോ ഫ്ലോറിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മെയിൻ ആള് വന്നിട്ടില്ലല്ലോ. മെയിൻ നമ്മുടെ സാർ എത്തിയിട്ടില്ല അല്ലെ? വരുമോ? ഇല്ല, ഇന്ന് വേറൊരു സ്ഥലത്ത് പോയേക്കുവാ. അതെ, അപ്പൊ കിട്ടാണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണൂട്ട കാണേണ്ട ഒരു വ്യക്തിയാണ്, പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് ബാബു സാറിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പുതിയ ഷോപ്പ് ഡെവലപ്പ് ആയിട്ടുണ്ട് ഇല്ലേ? പുതിയ കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 3000 കസ്റ്റമേഴ്സ് നമുക്ക് അറ്റ് പ്രസന്റ് റണ്ണിങ് കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഇതിലെ ക്രെഡിറ്റ്, ക്യാഷ് എല്ലാം ഉള്ള ഒരു കടയാണ് ഇത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 25-30 ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വി ഫീൽ പ്രൗഡ്. അപ്പോൾ more than 50% of the textile industry in Kerala is serviced by us. സത്യം. അതും ബാബു സാറിന്റെ ഈ ഒരു കൈ കൊണ്ട് ഈ ഒരു ഇനോഗ്രേഷന്റെ ഇത് വെട്ടിയില്ലെങ്കിൽ ആ ഒരു കടയല്ലാന്ന് പറയാം. ഇനോഗ്രേഷൻ എന്ന് വെച്ചാൽ അത്രയും അനുഗ്രഹം കിട്ടിയിട്ടാണ് ഓരോരോ ഷോപ്പുകൾ ഇവിടെ തുറക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ കളക്ഷൻസ് സമയം വാചകടി നിർത്താം, കളക്ഷൻസ് കാണാം. ഓക്കെ, ഇത് ടെസറില്. ഓക്കെ, ടെസറില് ഇത് നല്ല പ്യൂർ ടെസറില്. അതിൽ വിത്ത് ദുപ്പട്ട. ദുപ്പട്ടയുടെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഫുൾ ഇത് കാണുന്നത് വീവിംഗ് അല്ലേ? ഇത് വീവിംഗിലാണ് കേട്ടോ ഈ ഫുൾ കാണുന്നത്. അത് ക്രോഷ്യേയുടെ ലേസ് അടക്കം വരുന്നത് സെയിം ആ ഒരു ടോണിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ വിത്ത് പാന്റ് അടക്കം. അതിൽ തന്നെ 2 പാറ്റേൺ വിത്ത് ഹാൻഡ് വർക്ക്, നെക്ക് ഹാൻഡ് വർക്ക്. ഇത് ആക്ച്വലി ഒരു പാർട്ടി വെയർ കളക്ഷൻ. അത് ഓണം കഴിഞ്ഞാലും പാർട്ടി വെയർ ആയാലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കളക്ഷൻസും പ്യുവർ ആണ്. പ്യുവർ ഇത് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ, മൽ കോട്ടണില് ബ്ലോക്ക് പ്രിന്റ് വിത്ത് മിറർ വർക്ക് ഡീറ്റെയിലിംഗ്. അതിൽ തന്നെ ഇപ്പൊ ഇത് ക്രീം ബേസ്ഡ് ആയാലും വൈറ്റ് ബേസ്ഡ് ആയാലും എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഓൺ ആയതുകൊണ്ട് ഈ കളർ ഷെയ്ഡാണ് എടുത്ത് കാണിക്കുന്നത്. ഷോള് അത് മൽമൽ കോട്ടണില് ഫുൾ ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ ഓവറോൾ വന്നിരിക്കുന്നത്. ബ്ലോക്ക് പ്രിന്റ് ആണ്. അപ്പൊ ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ മാറും കേട്ടോ. ഇനി ഇത് ആണെങ്കിൽ ബ്ലാക്ക് നമ്മള് കാണിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ്സില് ഹാൻഡ് വർക്ക്, വിത്തൗട്ട് ഹാൻഡ് വർക്ക്. ഓക്കെ, ഫ്ലെയർ. ഇത് 3 പീസ് അല്ലേ? 3 പീസ് ആണ് വിത്ത് ദുപ്പട്ട എടുക്കാണ് കേട്ടോ വരുന്നത്. ഇത് പ്യൂർ മസ്ലിൻ ഫാബ്രിക്കില് ഹാഫ് ആൻഡ് ഹാഫ് വിത്ത് കംപ്ലീറ്റ് മിറർ വർക്ക്. മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പ്യൂറിലും ഉണ്ട്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്ത് നിങ്ങൾ കാണുന്നത് ഈ ബൊട്ടീക്ക് ഹെവി 260 GSM കോട്ടണില് ആപ്ലിക് വർക്ക്. ആപ്ലിക് വർക്ക് ഓ ട്രെൻഡ് ആണല്ലോ. നമ്മുടെ ആനേനെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാണിച്ചൂലേ? അതെ, കണ്ട. അപ്പൊ ഇങ്ങനത്തെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രിന്റഡിലും വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ജസ്റ്റ് ഒരു ഇതൊരു ഓണത്തിന്റെ ഫ്ലെക്സ് തുണിയില് നമുക്ക് ബ്ലോക്ക് പ്രിന്റ്സ് പ്ലസ് പാച്ച് വർക്ക്. ഇത് ഇപ്പൊ കാണിക്കുന്നത് എല്ലാതും 3 പീസ് കളക്ഷൻ ആണ്. ഞാൻ ദുപ്പട്ടൊന്നും എടുത്ത് കാണിക്കില്ല, ജസ്റ്റ് ആ ഒരു ടോപ്പ് കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് കളക്ഷൻസ് ഇഷ്ടം പോലെ കാണിക്കാണ്ട്. ഇവിടെ പെണ്ണുങ്ങളുടെ മാത്രമല്ല ആണുങ്ങളുടെയും കുട്ടികളുടെയും എല്ലാം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതുവരെ കണ്ടത് ബൊട്ടീക് ടേസ്റ്റ് ആണ്. ഇത് തന്നെ നിങ്ങൾ ബഡ്ജറ്റ് റേഞ്ച് ഉള്ള 3 പീസ് വിത്ത് ഹാൻഡ് വർക്ക്, സ്റ്റോൺ വർക്ക്. ഓക്കെ, അതിന്റെ ദുപ്പട്ട, ഷോള്. ദുപ്പട്ടയിലും ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അത് 1 സൈഡ് ഇങ്ങനെ സ്കാലപ്പ്, പിന്നെ കുറച്ച് ഇവിടെ ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ
ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല മീൻസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വരുമ്പോൾ കേട്ടോ. ബുട്ടിക്കിന്റെ കളക്ഷൻസും ഇഷ്ടം പോലെ ഉണ്ട്. ഓൾ ഓവർ മസ്ലിനിലെ ഓൾ ഓവർ പ്രിന്റ് വിത്ത് ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ അത് ഫ്രണ്ടിൽ മാത്രമല്ല, നമുക്ക് ബാക്ക് സൈഡിലും ഈ ഒരു മെഷീൻ വർക്ക് അല്ല, പ്യുവർ ഹാൻഡ് വർക്ക് ആണ്. പ്യുവർ വർക്ക് ആണ്. അതും ബാക്കിലും ഈ ഒരു പ്രിന്റ് പോയിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതും കുറച്ച് യൂണിക് ആണ് അല്ലേ? ഇതെല്ലാം പക്ക യൂണിക്. ഇതെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത്, ഡിസൈനേഴ്സ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത്. അതാണ് 2 മാസമായിട്ട് കാണാണ്ടിരുന്നത്, അവിടെ ആയിരുന്നു പ്രോഗ്രാംസ് എല്ലാം. മെയ് മാസം തൊട്ട് തന്നെ ഓൺ ഡിസൈനേഴ്സ് വെച്ചിട്ട് സൂറത്തും അഹമ്മദാബാദും ജയ്പൂരിലെ വെച്ച് നമ്മൾ ചെയ്യുന്ന പിന്നെ കുറെയൊക്കെ നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യണത് നമ്മുടെ എറണാകുളത്തും യൂണിറ്റ് ഉണ്ട്. അതെല്ലാം കുർത്തി നമ്മൾ ഫസ്റ്റ് കാണിച്ചത്. അല്ലാത്ത ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരോ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ തന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുമ്പോൾ ജയ്പൂർ, ഓരോരോ സ്ഥലത്ത് ഓരോ പ്രത്യേകത ഉണ്ട്. ഓരോരോ ഡിസൈൻസും ഓരോരോ തുണിക്കും. അപ്പൊ അത് അവിടേക്ക് തന്നെ പോയി നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ജയ്പൂർ മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് ലുധിയാന പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു കുഗ്രാമം, അവിടെ പെർ ഡേ ഒരു 200 പീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒരു മാസം നമ്മൾ ഇരുന്ന് 6000 പീസ് കൊണ്ടുവന്ന് അത്രയൊക്കെയാണ് നമ്മള് യുണീക്നെസ് കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടിട്ട്. ബിക്കോസ് ഈ ഡിസൈൻസ് വേറെ എവിടെയും നിങ്ങൾ കാണൂല. എൻറ്റയർ കേരള തപ്പിയെടുത്താലും ഈ ഡിസൈൻസ്. പിന്നെ ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുമ്പോൾ അത് കൈകൊണ്ട് ചെയ്യുന്നതും തന്നെയല്ല, ഇത് ഉണങ്ങാനുള്ള ഒരു ടൈമും അതെല്ലാം കൂടി നോക്കിയിട്ട് നമുക്ക് അതിനെ മുൻകൂട്ടി നമുക്ക് ഇതൊരു പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യും വേണം. ഹോൾസെയിലേഴ്സിന്റെ കാര്യം. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആണ് ഒന്നും അറിയണ്ട, ജസ്റ്റ് ഇത് മേടിച്ച് കടയിൽ കൊണ്ട് വെക്കേ വേണ്ട. ബാക്കി എന്തോരം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ബിക്കോസ് എല്ലാം യൂണീക്ക് ഡിസൈൻസ് ആണ്. ഇപ്പോൾ ഈ കാണുന്ന ഡിസൈൻസ് നിങ്ങൾ മാർക്കറ്റിൽ ഇവിടെ അല്ല വേറെ എവിടെയും കേരളത്തിൽ തന്നെ ഏതൊരു ഹോൾസെയിലും നിങ്ങൾ കാണില്ല. ബിക്കോസ് ഇതെല്ലാം ഓൺ ഡിസൈൻസ് ആണ്. 90% ഓൺ ഡിസൈൻസ് ആണ്, ഓൺ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, ഒരു കോപ്പി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കണ്ടതാവില്ല, അപ്പുറത്തെ കടയിൽ കാണാം. ഇനി വെസ്റ്റേൺ നമുക്ക് വെസ്റ്റേൺ സൈഡാ, ഇപ്പുറത്തെ സൈഡ്. ഓക്കെ. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഏജ് തൊട്ടാ ഇവിടെ വെസ്റ്റേൺ? ടീനേജുകാർക്കുള്ളതാ? ടീനേജ് കിഡ്സിനും ഉണ്ട്, ടീനേജും ഉണ്ട്, പിന്നെ 3, 4, 5 എക്സലും ബിഗ് സൈസസും ഉണ്ട്. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഫ്രഷ് ആയിട്ട് വന്ന ഡിസൈൻസ്. ഇത് സിമ്പിൾ ആയിട്ട് മീൻസ് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്സ് ഉണ്ട്, ടൂണിക് സ്റ്റൈലിലുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇതിന്റെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലായിരിക്കും ഇത് കൂടുതൽ വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പൊ കുറച്ച് ടൈമിൽ നമുക്ക് ഫുള്ള് കാണിക്കാൻ പറ്റില്ല, എന്നിട്ടും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. മാക്സിമം നമ്മുടെ പരമാവധി എന്ന് വെച്ചാൽ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടായാലും ഒരു പിക്ചർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കാണില്ല, ഡിസൈൻസ് കാണിക്കണം എന്ന് ആഗ്രഹമുള്ളത്. ഇത് ബോഡിക്കോൺ സ്റ്റൈൽ അതൊക്കെ ഉണ്ടാവൂല്ലേ? എല്ലാ വെറൈറ്റി ഉണ്ട്, എല്ലാ വെറൈറ്റി ഉണ്ട്. പിന്നെ ഇന്ന് വന്ന് കയറിയിരിക്കുന്ന ഈ കൊറിയൻ ടോപ്സ് ആയാലും അതുപോലെ ടൂണിക് സ്റ്റൈൽ ആയാലും ബോഡിക്കോൺ കൊറിയൻ ടോപ്സ് ഇന്ന് രാവിലെ വന്ന് കയറിയത്. അതെല്ലാം ഇതിന്റെ സ്ലീവിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഈ സ്ലീവിന് എന്തോ പറയും, അറിയണവര് പ്ലീസ് കോമന്റ് സെക്ഷനിൽ പറയാം. ബിഗ് സ്ലീവ്സില് ഇത് പണ്ടേ തൊട്ട് ട്രെൻഡാണ്. ഈ ട്രെൻഡ് എപ്പോഴും കാലാകാലം ഉള്ള ഒരു ട്രെൻഡാണ്. ഈ ഒരു എന്താ ഫാൻ സ്ലീവ് അങ്ങനെ എന്തോ, ഇതിന് ബട്ടർഫ്ലൈ സ്ലീവ് അല്ല, ഫാൻ സ്ലീവ് അങ്ങനെ എന്തോ പറയാം. ഈ സ്ലീവിന്റെ പേര് അറിയണവര് പ്ലീസ് കോമന്റ് സെക്ഷനില്. അതിന്റെ വെറൈറ്റീസ് ഇതൊക്കെ നല്ല സോഫ്റ്റ്, നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. പിന്നെ ഈ കൊറിയൻ ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 ഡിസൈൻസ് ആണ് ഇപ്പോ ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് പിന്നെ അല്ലാത്തവർക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ ഇത് എടുക്കുമ്പോ എത്ര പീസ്, ഇത് ഫ്രീ സൈസ് ആണോ എങ്ങനെയാണ്? ഇത് വരുന്നത് ഫ്രീ സൈസ് ആണ്. ഫ്രീ സൈസ് L, XL, XXL 4 കളേഴ്സ്. ചിലത് ഫ്രീ സൈസ് ആണെങ്കിൽ ആ ഫ്രീ സൈസിൽ എത്ര പീസ് ഉണ്ടാവും? 4 കളേഴ്സ്, 3 കളേഴ്സ്, 5 കളേഴ്സ് അങ്ങനെ ഡിപ്പെൻസ്. ആ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം. അല്ലാത്തത് നമുക്ക് സൈസ് ബേസ് ആണെങ്കിൽ ആ കെട്ടിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കെട്ട് എങ്ങനെയാണെങ്കിൽ ആ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം. ഇത് സിംഗിൾ കളർ 4 അളവ് ML, XL, XXL. നമ്മൾ ശരിക്കും ആ കുർത്തിയുടെ സൈസിൽ വരുമ്പോൾ അതേപോലെ തന്നെ, പക്ഷെ ഇത് എടുക്കണം. ഇതിൽ നിന്ന് ഒരു പീസ് ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പുതിയതായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഈ ഓണ സമയത്ത് പുതിയ കടകൾ ഇനി ഡെവലപ്പ് നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നല്ല റിസൾട്ട് ആയിരുന്നു. ഏകദേശം ഒരു 300-400 കസ്റ്റമേഴ്സ് കയറി ഭയങ്കര ജോയിൻ ചെയ്തു. അവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവർ റിപ്പീറ്റഡ് ആയിട്ട് പുതിയത് ഒരു 300-400 ആൾക്കാര് കട തുടങ്ങി എന്നാണ് പറയണത്. അപ്പൊ ഈ പ്രാവശ്യം 2025 എത്ര ഷോപ്പ് ഇനി വരാൻ കിടക്കണം, ഒക്കെ കച്ചവടക്കാരാവോ? ഇതെല്ലാം നമുക്ക് ചൈന ഫാബ്രിക്, ചൈന ഇമ്പോർട്ടഡ് ആണ്. ഇത് കംപ്ലീറ്റ് ചൈന ഫാബ്രിക് നമ്മൾ എടുത്തിട്ട് ബോംബെ നിന്ന് തയ്പ്പിക്കുവാണ്. അപ്പൊ ഈ ഡിസൈൻസ് ബോംബെ ചെന്നാലും കിട്ടില്ല. ബിക്കോസ് ഇതെല്ലാം ഫാബ്രിക് നമ്മൾ സ്വന്തം എടുക്കുന്നതാണ്. സ്വന്തം എടുത്ത് നമ്മൾ തന്നെ അത് ചെയ്ത് സെറ്റ് ആക്കി. അത് ഭയങ്കര ഫ്ലോയി ആയിട്ട് ഭയങ്കര ഫിനിഷിംഗ്. ഇപ്പൊ അതുപോലത്തെ ഇത്
അപ്പോൾ ഈ തുണിയിൽ തന്നെ പല ഡിസൈൻസ്, ഒരു 50 ഡിസൈൻസിന്റെ മേലെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോ നിലവില്. നാളെ ആകുമ്പോ അത് മാറും. ഇതിന്റെ കുറച്ച് ചെറിയതായ ഇതെല്ലാം ബഡ്ജറ്റ് റേറ്റിലുള്ള എംബ്രോയിഡറി ഷോർട്ട് ഷർട്ട്, ക്രോപ്പ് ഷർട്ടിലുള്ള എംബ്രോയിഡറി ഡിസൈൻസ്. എംബ്രോയിഡറിയിൽ വരുന്നത് ഡിസൈൻസ് പറഞ്ഞു. കറണ്ട് ട്രെൻഡ് വെസ്റ്റേൺ ടോപ്സ്, ടീഷർട്സ്. അത് ഡബിൾ ഷെയ്ഡിൽ വരുന്നത്. ഇതാവുമ്പോ ഇതൊരു ടോപ്പ്, ഇതില് എംബ്രോയിഡറിയുടെ വർക്കാണ് ഈ ഫുൾ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫാബ്രിക്കും ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക്. ഇതെല്ലാം നിങ്ങൾ കേരളത്തിൽ തന്നെ കാണില്ല, ബിക്കോസ് നമ്മൾ ചൈനയിൽ നിന്ന് എടുക്കുന്ന ഒരു ഫാബ്രിക്സ് ആണ് ഇത്. ഈ തുണിനെ കുറിച്ചിട്ട് ഇതാ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ഒരു വെൽവെറ്റ് ടച്ച് ആണ് ഇതിന് വരുന്നത്. ഇന്ത്യയിലെ കിട്ടുള്ള ഇത് കംപ്ലീറ്റ്. ഈ തുണി ജസ്റ്റ് ഒന്ന് സൂം എന്ന് വെച്ചാൽ ആ ഒരു നമ്മള് വെൽവെറ്റ് ടച്ച് എന്ന് പറയുമ്പോൾ വെൽവെറ്റ് തന്നെ അത്രയും സോഫ്റ്റ് കംഫർട്ടബിൾ. ഇത് 24 hours സാധാരണ നമ്മളൊരു തുണി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത ദിവസം ഷവർ ചെയ്യുമ്പോൾ ഡ്രസ്സ് മാറ്റും. പക്ഷെ ഇത് ഇട്ടാൽ മാറ്റാൻ തോന്നില്ല, ചുരുക്കം ഉണ്ടാവില്ല, ഇത് ഷ്രിങ്ക് ആവത്തില്ല. എത്ര വാഷ് ആയാലും ഇത് ഒരു ഷ്രിങ്ക്, ബിക്കോസ് ചൈന ഫാബ്രിക്സ് ഫുൾ ഗ്യാരണ്ടി ആണ്. ഇത് കളർ ആയാലും സൈസ് ആയാലും പ്രിന്റ് ആയാലും കംപ്ലീറ്റ് ഗ്യാരണ്ടി, ബിക്കോസ് നമ്മൾ ചൈന എന്ന് പ്രോഗ്രാം ചെയ്ത് പ്രിന്റ് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് വി ഗിവ് യു കംപ്ലീറ്റ് ഗ്യാരണ്ടി. പിന്നെ കുറെ പേരൊക്കെ ധാരണയുണ്ട് ചൈന എന്ന് കേൾക്കുമ്പോ എന്താ പറയാ ഡ്യൂപ്ലിയാണ്, പൊട്ട സംഭവം അല്ല. ഞാൻ ചൈനയിൽ നേരിട്ട് പോയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിംഗ്, നമുക്ക് ആ ഒരു ഫാബ്രിക്കിനെ കുറിച്ച് അത്രയും അറിയാം. അത്രയും സോഫ്റ്റ് കംഫർട്ടബിൾ പക്ക. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ നമ്മൾ നല്ലത് നോക്കി മാത്രമേ വെക്കാറുള്ളൂ. അതിലത്തെ കളക്ഷൻസ് ആണ്. തന്നെ ഇവിടെ സ്റ്റോൺ വർക്ക്, സ്റ്റോൺ വർക്കിൽ വരുന്നത് സിംഗിൾ സോളിഡ് സൈഡ് മീൻസ് ഇതില് ടോപ്പ് ആയിട്ട് വരുന്നുണ്ട്, ഷർട്ട് ടൈപ്പ് വരുന്നുണ്ട്. ഇതിപ്പോ ഒരു ഹക്കോബ സ്റ്റൈൽ, ഹക്കോബ തന്നെ. ഇത് കംപ്ലീറ്റ് കോർപ്പറേറ്റ്. ഇപ്പോ ബാംഗ്ലൂർ, ചെന്നൈ ആ ടേസ്റ്റ് ആണ്, പക്ക കോർപ്പറേറ്റ് ടേസ്റ്റ് ആണ്. ഇത് ക്രോപ്പ് ടീ ഷർട്ട് വിത്ത് ഫോർമൽ പാന്റിൽ ഇടാൻ പറ്റിയ ഒരു സ്റ്റൈല്. ഇത് വരുമ്പോ ഇതും ഫുൾ എംബ്രോയിഡറിയിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പീസുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ഇതൊന്ന് ഓടിപ്പിച്ച് ഇത് എന്തായാലും ഹാങ് ചെയ്തതാ. അപ്പൊ ആ ഡിസൈൻസ് വെറുതെ ഒന്ന് നോക്കി പോവാന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കുട്ടികളുടെ 30 to 40 സൈസ് ഉള്ള ട്യൂണിക്, ആ ഒരു സ്റ്റൈലിലുള്ള ടോപ്സുകൾ. ഇത് ജസ്റ്റ് ഹാങ് ചെയ്തത് കാണിച്ചു മാത്രം. അല്ലാത്ത വെറൈറ്റീസ് ഏത് ബണ്ടല് പൊട്ടിക്കും, എന്ത് പൊട്ടിക്കുക ഒന്നും മനസ്സിലാവില്ല. കുറേ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ സ്റ്റാഫ് നമ്മളെല്ലാം കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ദിയയുടെ ദിയ മുംബൈയിലാണ് ആക്ച്വലി ഇവരുടെ മെയിൻ. പക്ഷെ കേരളത്തിൽ നിന്ന് തന്നെ മേടിക്കണം, ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ. നമ്മള് മുംബൈയിൽ നേരിട്ട് പോയിണ്ടായിരുന്നു. ആ ഒക്കെ കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഇവരറിയാണ്ട് ഒരു കടയിലേക്ക് പോവില്ല അല്ലെ, ബിക്കോസ് ദിയന്റെ സോൾ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ. അതെ. അപ്പോ ബോംബെ റേറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയാലും ഇവര് ത്രൂ ആണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ കാര്യത്തില് ഒരു സംശയം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യണം. ദിയയുടെ എല്ലാ വെറൈറ്റീസും അപ് ടു ഡേറ്റ് നമുക്ക് റീഫില്ലിംഗ് ആയിക്കൊണ്ടിരിക്കും. ബോംബെ റേറ്റ് തന്നെയാണ് നമുക്ക് കസ്റ്റമേഴ്സിന് ഫെസിലിറ്റി തരുന്നത്. ഇനി ഇതിന്റെ കുറച്ച് കളക്ഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. ഇത് കാണുന്നത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക്. ഫാൻ ഒന്ന് നിർത്തോ. ഈ കളക്ഷൻസ് ഇതാ ഓഫ് ചെയ്യോ, ചിലപ്പോ ഡിസൈൻസ് ആണെങ്കിൽ എന്റെ ശബ്ദം എന്തെങ്കിലും വ്യത്യാസം വരണ്ട, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊരു കളക്ഷൻ ഒക്കെ ടൂണിക് സ്റ്റൈലുണ്ട്, ഷർട്ട് മോഡൽ ഉണ്ട് ഒക്കെ. ഇത് ഇവർക്ക് എത്നിക് പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് എല്ലാം ഉണ്ട് അല്ലേ. ജാക്കറ്റ് മോഡൽ എത്നിക് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, പിന്നെ ഇത് ഗൗൺ ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ ബ്ലേസർ ടൈപ്പ് ആയിട്ടുണ്ട്. എല്ലാം വെറൈറ്റീസ് ഈ ഒരു ദിയ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ തന്നെ വീഡിയോ കോൾ ത്രൂ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഫോർമലായാലും കാഷ്വലായാലും എല്ലാ തരം വെറൈറ്റീസ് ഈ ഒരു ദിയ ബ്രാൻഡിൽ അവൈലബിൾ ആണ് അല്ലേ. അത് കുർത്തീസിലായാലും ഉണ്ട്, 3 പീസ് 2 പീസ് വെസ്റ്റേൺ, അതേപോലെ തന്നെ കിഡ്സിന്റെ ഇതും അത് തന്നെയല്ലേ. ഇതുണ്ട്. നിങ്ങൾ നേരത്തെ ടൈറ്റ് ഗൗൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ദിയയുടെ. ഇത് ബോഡിക്കോണിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. അല്ലാത്ത കുറെ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോ പെട്ടെന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കാണിച്ചു പോവാണ്. അല്ലാത്ത ഇതൊന്നും നോക്കിയത് ഷർട്ടുകള് ഈ ഹാങ് ചെയ്തിട്ടുള്ളത് ഫോർമൽ ഷർട്ട്സ് എനി ടൈം 10-15 കളേഴ്സ് അവൈലബിൾ ആണ്. ഫോർമലില് മാത്രം. ആക്ച്വൽ ലുക്ക് ഇതാണ് ഫോർമൽ ഷർട്ടിന്റെ. ഇതിന്റെ കളേഴ്സ് ഈ കാണുന്ന കളേഴ്സ് മൊത്തം എന്ന് വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിലും കൂടിയാണ് ഈ ഒരു ദിയര വരുന്നത്. ഈ കാണുന്ന ഹാങ് ചെയ്ത് അതില് ജീൻസിന്റെ ഫോർമൽ ഷർട്ട്സ് തന്നെ ഡിജിറ്റൽ പ്രിന്റ്സിൽ വരുന്നതാണ്. പിന്നെ ഇൻഡിഗോ ചെക്സിലും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഡബിൾ സൈഡ് പോക്കറ്റ് വേണോ, സിംഗിൾ സൈഡ് വേണോ, പോക്കറ്റ് ഇല്ലാത്തത് വേണോ, എങ്ങനെ വേണേലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് കുറച്ച്
എത്നിക്കിലേക്ക് കയറാം. എത്നിക്കില് പറയുമ്പോ ഇത് പറഞ്ഞ ദിയയുടെ 2 പീസ് കോട്ട് സെറ്റ് എന്നും പറയാം. ഇപ്പൊ കോട്ട് സെറ്റ് ആണല്ലോ ട്രെൻഡ്. അപ്പൊ കോട്ട് സെറ്റ് കുർത്തീസ് എന്ത് വേണേലും പറയാം. ദിയയുടെ ഇത് വെസ്റ്റേൺ സ്റ്റൈൽ ഇപ്പൊ കാണുന്ന ഈ ചൈന ഫാബ്രിക്കില് ഉള്ള ഒരു 2 പീസ് മോഡലാണ്. സെയിം ആ ഒരു തുണിയിൽ തന്നെയാണ് പാന്റും വരുന്നത് കേട്ടോ. അപ്പൊ ഇത് എത്നിക് വെയറിന്റെ ദിയയുടെ കളക്ഷൻ ആണ്. ഇപ്പൊ ദിയ ബ്രാൻഡിൽ തന്നെ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇനി ആ ബ്രാൻഡഡ് ഐറ്റമിലേക്ക് കറങ്ങി അങ്ങനെയും കയറാം, അല്ലാത്ത വെറൈറ്റീസ് കൂടി ഉണ്ട്. ദിയയുടെ ലോ റേഞ്ച് കുർത്തീസ്, ബേസിക് റേഞ്ച് കുർത്തീസ്. റേഞ്ച് ഇപ്പൊ പറയുന്നില്ല, പക്ഷെ വന്ന് നമുക്ക് അറിഞ്ഞാൽ അത് കടയുള്ളവർക്ക് മാത്രം നമ്മളത് പറയുള്ളൂ. റേറ്റും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഒരു പീസ് ചോദിച്ചിട്ട് ചിലപ്പോൾ കയറിയിട്ട് റേറ്റ് പറയും, അല്ലെങ്കിൽ ഫോണിൽ കൂടെ നിങ്ങൾ ചിലപ്പോൾ റേറ്റ് ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ കടയാണെങ്കിൽ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ റേറ്റ് പറയുള്ളൂ. ദിയ ബ്രാൻഡിന്റെ കുർത്തീസ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ. ഇനി അടുത്ത് പോകുന്നത് നൈറ്റി സെക്ഷൻ. നൈറ്റിയും നമ്മുടെ ഓൺ പ്രൊഡക്ഷന്റെ ഒരു സെക്ഷൻ. അതും ഈ ഒരു ഫ്ലോറിൽ തന്നെ ഫ്ലോറിൽ തന്നെ പെർ ഡേ നമുക്ക് ഒരു 5,000 to 6,000 പീസസ് മാനുഫാക്ചറിംഗ് ആണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. മാനുഫാക്ചേഴ്സ് ആണ്. അപ്പൊ ഇത് കാണുന്നത് ഇവിടെ ഇരിക്കുന്നതൊക്കെ കുർത്തീസ് ഒക്കെ തന്നെയാണ്. നൈറ്റിയുടെ ഒരു സെക്ഷൻ ഈ ഒരു ചില്ലിംഗ് കൂട്ടിലാണ് ഉള്ളത്. ഇവിടെ ഇന്നർ വെയറും അതുപോലെ തന്നെ നൈറ്റീസും ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ? തിരുപ്പൂർ ഐറ്റംസും പിന്നെ ബോട്ടംസ്. ഓക്കെ, അതാണ് ഈ ഒരു ഫുൾ കൗണ്ടറിൽ വരുന്നത്. ഈ ഒരു ഫുൾ കൗണ്ടർ നിങ്ങൾ ഇത് കാണുന്നത് കംപ്ലീറ്റ് നൈറ്റി സെക്ഷൻ ആണ്. ഇത് ഫുള്ള് നൈറ്റിയുടെ. അത് മെയിൻ ആയിട്ട് കോട്ടനും റയോൺ ആണോ അല്ലെങ്കിൽ കോട്ടൺ മാത്രോ? കോട്ടൺ റയോൺ രണ്ടും ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട്. മാക്സി കട്ട്, ചുടിദാർ കട്ട്, പിന്നെ ഫ്രോക്ക് സ്റ്റൈല്. ഫ്രോക്ക് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഫ്രോക്ക് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട്, എല്ലാം സ്റ്റൈലും ഉണ്ട് കേട്ടോ. ഇവിടെ നൈറ്റീസില് റേറ്റ് നിസ്സാര റേറ്റ് ഉള്ളൂ. റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. പിന്നെ ഇത് കാണുന്നതൊക്കെ പ്രിന്റിൽ വരുന്നുണ്ട്, എംബ്രോയിഡറിയിൽ വരുന്നുണ്ട്, ബാട്ടിക് പ്രിന്റിലും ഉണ്ട് അല്ലേ? ഇതൊക്കെ നൈറ്റീസിന്റെ വെറൈറ്റീസ്. ഇപ്പൊ ചുടിദാർ മോഡലുണ്ട്, എല്ലാ മോഡൽസും ഉണ്ട്. അതെ, ലേസ് വർക്കിൽ വരുന്നുണ്ട്, നോർമലിൽ വരുന്നുണ്ട്. ലോ ബഡ്ജറ്റ് തൊട്ട് നമുക്കൊരു ഹൈ ബഡ്ജറ്റ് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിക്ക് നിസാര റേറ്റില് ആ ഒരു റേഞ്ച്. ഫാബ്രിക് കംപ്ലീറ്റ് അഹമ്മദാബാദും ബലോത്ര എന്ന് എടുക്കുന്നതുണ്ട്. അതെ, വീണ്ടും പറയാം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലോത്ര എന്ന് കേൾക്കുമ്പോഴേക്കും ഓടണ്ട അങ്ങട്. എന്തുകൊണ്ട് ഓടണ്ട? ബലോത്ര എന്ന് കംപ്ലീറ്റ് നമ്മൾ പ്രോഗ്രാം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഇതെല്ലാം കാണുന്നത് മാത്രമല്ല, കയ്യില് എപ്പോഴും എനി ടൈം 5 lakh meters ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. 5 lakh മീറ്റർ ഒരു ഒറ്റ ഡിസൈൻസ് ഒറ്റ പ്രിന്റില്. ഈ ഒരു ബലോത്ര എന്ന് പറയുമ്പോ നൈറ്റികളുടെ മെയിൻ സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ ഒരാള് പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ഒരു 50,000 മീറ്റർ പോലും നമുക്ക് മേടിക്കാൻ കിട്ടില്ല. അത് ബൾക്ക് ഓർഡേഴ്സ് ആണ് അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. കാരണം ഫുൾ മില്ലില് റോളില് ഇങ്ങനെ ചെയ്തിട്ട് അത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ ബലോത്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ പോയാൽ തന്നെ എക്സ്പെൻസും കൂടും. ഒരു നൈറ്റിക്ക് നമ്മളിപ്പോ ഏകദേശം ഇത്ര റേറ്റ് വിചാരിച്ചാൽ അതിന്റെ ഇരട്ടി റേറ്റ്. ഈ നൈറ്റി പ്രൊഡക്ഷൻ പറയുന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് 20 years ആയിട്ട് ചെയ്യുവാണ്. ദൈവ അനുഗ്രഹം ഇതുവരെ ഒരു പീസ് റിട്ടേണോ ഡാമേജോ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ ഒരു എന്താ വെച്ചാൽ പ്രോഗ്രാം ചെയ്താൽ അത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല ഐറ്റംസ് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത് നൈറ്റിയുടെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റിയാണ്. ഇപ്പൊ ഇതിന്റെ തുണി തന്നെ നമുക്ക് പിടിച്ചു നോക്കി ആ പിടിച്ച ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നേരിട്ട് വന്നേ പറ്റുള്ളൂ. ഇത് ഞാൻ എത്ര പറഞ്ഞാലും, കാരണം നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ട്, പക്ഷെ പല സ്ഥലത്തും പോയാലും നമ്മൾ നേരിട്ട് വന്നിട്ട് ആ ഒരു ഫീലിംഗ് ടച്ച് ആൻഡ് ഫീൽ അത് വേറൊരു ലെവലാണ്. ഇനി വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ കംപ്ലീറ്റ് ഓൾവേസ് അവൈലബിൾ വീഡിയോ കോളിംഗ് ഫെസിലിറ്റി. ഈ ഒരു സീസണിൽ മാത്രം ചെറിയൊരു തിരക്ക് ഉണ്ടാവും. അപ്പൊ ടൈം മുൻകൂട്ടി പറഞ്ഞ് നമുക്ക് ടൈം കിട്ടുമ്പോൾ ഓബ്വിയസ്ലി നമുക്ക് വി വിൽ സർവീസ്. ബട്ട് നേരിട്ട് വരുന്നതാണ് വി വിൽ കുറച്ചുകൂടിയും നിങ്ങൾക്കും ഈസി നമുക്കും ഈസി. കാരണം നേരിട്ട് വരുമ്പോ സ്റ്റാഫുകളുണ്ട്, ഇത്രയും അധികം കളക്ഷൻസ് ഉണ്ട്, വന്ന് നോക്കി ഫീൽ ചെയ്ത് നമ്മള് 5ന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ 10ന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ 20ന്റെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടി ആവും. ഡെഫിനറ്റ്ലി ഇവിടെ കാണുന്നത് ഇപ്പുറത്ത് ഇരിക്കുന്നത് മൊത്തം നൈറ്റീസിന്റെ കളക്ഷൻ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം അല്ലെ? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. എന്താ വെച്ചാൽ ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ഇന്നർ വെയർ ഒക്കെ കിട്ടുന്നുണ്ട്. അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. ലേഡീസിന്റെ ബോട്ടം വെയർ ഉണ്ട്. ഒരു സെക്കൻഡ് ഓക്കെ, ജസ്റ്റ് ഒന്ന് വരാണെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ ഹിന്റ് കാണിച്ചു തരാം. ഇത് കാണുന്നത് മൊത്തം തിരുപ്പൂർ ഐറ്റംസ് ആണ് കേട്ടോ. ഈ തിരുപ്പൂരിന്റെ ഐറ്റംസ് ജീൻസ് ഐറ്റംസ് ഉണ്ട്. തിരുപ്പൂർ ഐറ്റംസ് അല്ല, തിരുപ്പൂർ അപ്പുറത്ത് ഇത് ജീൻസിന്റെ ഐറ്റംസ്. ബോട്ടം വെയറിൽ നമുക്ക് ഇതുണ്ട്, ലെഗിൻസ്, ജഗിൻസ്, വൈഡ് ലെഗ്, പിന്നെ അതും പാരഷൂട്ട് ബാഗ് എന്തൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്.
കളേഴ്സും അവൈലബിൾ ആണ്. ഇനി സൈസസ് എങ്ങനെ നമുക്ക്? സൈസസ് നമുക്ക് വലിയവരുടെ 28 മുതൽ 44 വരെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ അതേപോലെ കുട്ടികളുടെ 22, 30, 32, 40 എല്ലാ സൈസും നമുക്ക് എല്ലാ മോഡൽസിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതുപോലത്തെ മോഡേൺ കളേഴ്സ്, ഇപ്പോൾ കറന്റ്ലി പോകുന്ന ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറയും, അതിനും എല്ലാം അവൈലബിൾ ആണ്. പീച്ച് പിങ്ക് നിങ്ങൾ കാണാത്ത കളേഴ്സ് ആണ് ഇപ്പോൾ. ഫോർമൽ പാൻസും ആണ് ഇപ്പോൾ അവൈലബിൾ. ഫോർമൽ കൊറിയൻ പാൻസ്, ഫോർമൽ പാൻസ്, ജീൻസ് എല്ലാതും. കളേഴ്സ് നോക്ക്, സൂപ്പർ കളർ, എല്ലാം കളേഴ്സ് ഉണ്ട്. പിന്നെ ഇവൻ വൈറ്റ് വരെ ഉണ്ട് ഇവിടെ. വൈറ്റ് വരെ ഉണ്ട്. വൈറ്റ്. അപ്പൊ ഈ ബണ്ടലിൽ എടുക്കുമ്പോ എങ്ങനെയാ ഇതില് സൈസസ്? സൈസസ് യെസ് പിന്നെ പറഞ്ഞ 28, 36 ഒരു സെറ്റ് ആയിരിക്കും. പിന്നെ 36, 44 ഒരു സെറ്റ് ആയിരിക്കും. അങ്ങനെ ഏത് സൈസ് ഗ്രൂപ്പ് വേണമോ ആ സൈസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് എടുക്കേണ്ടത്. മതി, ഒരു ഹിന്റ് നമുക്ക് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഇന്നർ വെയർ സെക്ഷൻ. അതില് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ്, ബ്രാൻഡഡ് അല്ലാത്ത ഐറ്റംസും ഈ ഒരു സെക്ഷനിലുണ്ട്. ലേഡീസ് വെയർ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ലേഡീസും കിഡ്സിന്റെ ഇന്നർ വെയർ. അത് പാന്റീസ് ഉണ്ട്, ബ്രാസ് ഉണ്ട്, അതുപോലെ ഇത് ഷിമ്മി എന്ന് വെച്ചാൽ സ്പെഗറ്റി, സോറി, അതുണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റീസ് ഈ ഒരു സെക്ഷൻ. ഷിമ്മി എന്ന് പറയുന്നത് ഇപ്പൊ ഷിമ്മിൽ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതും അല്ലാത്തതും എല്ലാം ഇന്നർ വെയറിലെല്ലാം എല്ലാം പെടും. ബ്രാൻഡ്സ് തന്നെ മോർ ദാൻ 15 ബ്രാൻഡ്സ് നമ്മൾ വെച്ച് ചെയ്യും. ഇവിടെ വെച്ച് ചെയ്യേണ്ട ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ റേറ്റ് തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ മാർജിൻ പ്രൈസ്, MRP പ്രൈസ് നമ്മൾ ഷോറൂമിൽ പോയിട്ട് മേടിക്കുന്ന ആ പ്രൈസ് അല്ല. ബ്രാൻഡഡ് ആകുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടറുടെ, ഇപ്പോൾ ആ ഇന്നർവെയർ ആ ഡിസ്ട്രിക്റ്റ് ഉള്ള ഡിസ്ട്രിബ്യൂട്ടർ റേറ്റിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ബെനിഫിറ്റ് വെച്ചാൽ ഇത് ഇവിടെ എടുക്കുമ്പോൾ അവർക്ക് സ്കീമും ആഡ് ആവും. ഓക്കെ, സ്കീമിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് ഈ കൊല്ലം സ്കീമില്ലേ? സ്കീമുണ്ട്. ആ കാര്യം പറഞ്ഞില്ലല്ലോ. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ് നമ്മുടെ യൂഷ്വൽ MN സ്കീം എല്ലാ വർഷവും. ഈ വർഷം നമ്മൾ വെച്ചേക്കുന്നത് മലേഷ്യ, വിയറ്റ്നാം, ദുബായ്, പിന്നെ കസക്കിസ്ഥാൻ, അൽമാട്ടി. 4 സ്ഥലങ്ങളാണ് മാറിയിട്ടുണ്ട്. 4 സ്ഥലങ്ങളാണ് ഈ വർഷം സ്കീമില്. ഇനി ഇത് പുതിയതായിട്ട് വേണ്ടിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ഇവിടെ നിന്നോളൂ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയൂ, ഇത് എങ്ങനെയാണ് ഈ ഒരു സ്കീം, എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം? 15 lakhsന് നമുക്ക് മലേഷ്യ സ്കീം ഒരു ടിക്കറ്റ്, പിന്നെ 20 lakhsന് വിയറ്റ്നാം, 25 lakhsന് ദുബായ്, 30 lakhsന്റെ അൽമാട്ടി. ഇത് പർച്ചേസ് ഇത്ര രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്കാണ് കേട്ടോ ഈ ഒരു ടിക്കറ്റ്. അതും ടൈം പീരീഡ് എത്ര? ടൈം പീരീഡ് മാർച്ച് തൊട്ട് സെപ്റ്റംബർ 15 വരെ. സോ ബേസിക്കലി റംസാൻ, വിഷു, ഓണം ഈ 3 സീസണ്. ആക്ച്വലി ഞാൻ ലേറ്റ് ആയി. എന്തായാലും അറിയണവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഇനിയും നമുക്ക് ആ ഒരു 15 ദിവസം കൂടി ഉണ്ട്. കസ്റ്റമേഴ്സിന്റെ മെയിൻ 80% പർച്ചേസ് ഓണം തന്നെ ആയിരിക്കും. അതെ, അപ്പൊ ഇപ്പൊ പ്ലാൻ ചെയ്താലും നല്ല രീതിയിൽ കവർ ചെയ്ത് നമുക്ക് 15 സ്റ്റാർട്ടിംഗ് റേറ്റ്. 15 തൊട്ട് 5 ലക്ഷത്തിന് 5 ലക്ഷം മുതൽ ഗോൾഡ് സ്കീം ഉണ്ട്. ഗോൾഡ് സ്കീം. അപ്പൊ 5, 15 പിന്നെ 5, 15, 20, 25, 30 അങ്ങനെയാണ് സ്കീം വരുന്നത്. ഇതൊന്നും ഒന്നുമല്ല, നിസ്സാരാണ് നമുക്ക് കച്ചവടക്കാർക്ക് അല്ലേ? അത്രയും വെറൈറ്റി ഇരിക്കുമ്പോൾ ഒരു ദിവസം മതി നമുക്ക് റേറ്റ് ഒന്ന് കവർ ആക്കി എടുക്കാൻ. പോവാം നമുക്ക് അടുത്ത സെക്ഷൻ. ഫ്ലോർ വൈസ് ലിഫ്റ്റ് യൂസ് ചെയ്യണ്ട, നടന്ന് തന്നെ കാണാനുണ്ട്. കാരണം എന്താ, കോണികളിലും നിറച്ച് സാധനങ്ങൾ വെച്ചിരിക്കണം. കുട്ടികളുടെ ഐറ്റംസ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത്. ബെഡ്, പില്ലോസ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഒന്നും ഇല്ലാന്നില്ല, ഈവൻ കർച്ചീഫ് വരെ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മള് ആണുങ്ങളുടെ സെക്ഷൻ. മെൻസ് വെയർ സെക്ഷൻ. മെൻസ് വെയർ ഓണത്തിന്റെ കാണണ്ടേ? ഓണത്തിന്റെ ഇതും ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിട്ട് ഇത് അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഇതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറൂലേ? യെസ് ഇതുപോലത്തെ ഒരു 10 പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഇപ്പൊ അറ്റ് പ്രസന്റ് 3 പ്രിന്റ് വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ എല്ലാ പ്രിന്റും റബ്ബർ പ്രിന്റ് അല്ലേ? റബ്ബർ പ്രിന്റ് ചെയ്ത്. പിന്നെ ഇതില് ഷർട്ടില് ഇങ്ങനെ പ്രിന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുള്ള പ്രിന്റുകളാണ്. ഞാൻ പറഞ്ഞല്ലോ 2 മാസം ഞാൻ വന്നിട്ട് കടയ്ക്ക് വന്നിട്ട് ഇതെല്ലാം പ്രോഗ്രാം. ഇനി ഇതല്ലാണ്ട് നോർമൽ സീസൺ അല്ലാത്ത സമയത്തായാലും ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാമോ? അതിന് എത്ര ടൈം പീരീഡ് വേണ്ടി വരും? ഒരു 15 days to 30 days നമുക്ക് കിട്ടിയാൽ മതി. കിട്ടുമ്പോ നമ്മുടെ ഓൺ കസ്റ്റമൈസ്, നമ്മുടെ ഓൺ ഡിസൈൻസ്, ഓൺ കളേഴ്സ് എങ്ങനെ വേണം. പക്ഷെ ബൾക്ക് ഓർഡർ അങ്ങനെയുണ്ട്. ഇതെല്ലാം ഹെവി ട്വിൽ സാറ്റൻ 60s ട്വിൽ എന്ന് പറയും. ആ ട്വിൽ ക്വാളിറ്റിയിലുള്ള ഷർട്ട്സിൽ ഓണം പ്രിന്റ്സ്
ഇതുപോലെ പ്രിന്റ്സ്. ഈ പ്രിന്റ് നോക്കണ്ട, ഇത് ജസ്റ്റ് സാമ്പിൾ ആണ്, പക്ഷെ ഇഷ്ടം പോലെ വേറെ വേറെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ ബ്ലാക്കിൽ തന്നെ ഒരെണ്ണം പല കളേഴ്സ് ആണ് അവൈലബിൾ. ഇത് റേറ്റ് പറഞ്ഞാൽ നെറ്റി പോവും. ഞെട്ടണമെങ്കിൽ നേരിട്ട് വരിക, നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം കേൾക്കണ്ട. ഇത് വന്നിട്ട് അജ്രക്കില് കുർത്ത, ഷോർട്ട് കുർത്ത, ഓണം ട്രെൻഡ്. ഇത് മുണ്ടിൽ ഇടുമ്പോൾ ഉള്ള ഒരു ഭംഗി, അത് ലെവല് വേറെ തന്നെ. അപ്പൊ ഷോർട്ട് കുർത്ത വേണോ, ലോങ് കുർത്ത വേണോ, ഷർട്ട് വേണോ, ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇത് അജ്രക് എന്ന് വെച്ചാൽ more than 100 ഡിസൈൻസ്, more than 10,000 പീസസ് അവൈലബിൾ ആണ് ഇപ്പൊ നിലവില്. ഇത് ഇപ്പൊ ഓണം അല്ല കേട്ടോ, ഓണം അല്ലെങ്കിലും ഈ ഒരു അജ്രക്ക് എനി ടൈം അവൈലബിൾ തന്നെ. ഇതൊരു ട്രെൻഡ് തന്നെയാണ് ആണുങ്ങൾക്കും കേട്ടോ. ഇനി അടുത്ത ഒരു സെക്ഷൻ ഇവിടെ ബ്രാൻഡഡും ബ്രാൻഡഡ് അല്ലാത്തതും. ബ്രാൻഡഡ് ഇപ്പോ ഫോർമൽ ഷർട്ട്സ് സെക്ഷൻ ആണ് ഇത്. ഈ ഫോർമൽ ഷർട്ട്സ് തന്നെ നിങ്ങൾ കാണുന്ന ഓരോ ബ്രാൻഡിന്റെ ഓരോ പീസ് ആണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ വെച്ചേക്കുക, ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ഹിന്റിന് മാത്രം. എന്നാൽ ഇതല്ല, ഇതിനേക്കാളും കുറെ ഡിസൈൻസ്, ഓരോ ബ്രാൻഡിനും more than 100 ഡിസൈൻസ് അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് സൈസ് എടുക്കാം. അതായത് 38 ഡിഫറെന്റ് ബ്രാൻഡുകളാണ്. ഇത് ഓരോ ബ്രാൻഡാണ്, നമുക്ക് ഇത്രയും ബ്രാൻഡാണ് ഇപ്പൊ അവൈലബിൾ. ഇതിപ്പോ ഏതൊക്കെ ബ്രാൻഡ്സ് വരുന്നത് ജസ്റ്റ് ഒരു ഹിന്റ്? ബോംബെ സിറ്റി, DH, മാസ്കോട്ട്, ഇമ്പാക്ട്, യുഎസ്ലി, സിഗ്നേച്ചർ, സ്റ്റാറ്റസ്, ഹൈക്യൂട്ട്, ആർത്ത്, കാത്ത എന്ന് പറഞ്ഞ് ഒരു 15 ബ്രാൻഡ്സ് ആണ് കറന്റ്ലി അവൈലബിൾ. അങ്ങനെ ഒരു 15 ബ്രാൻഡ് ഷർട്ടിന് മാത്രം. MCR, ഉദയം, അങ്ങനെ. അപ്പൊ ആ ബ്രാൻഡിന്റെ ഐറ്റംസ് ആയാലും നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് റേറ്റ് കുറവ്. എല്ലാം ഡയറക്റ്റ് മാനുഫാക്ചർ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ചെറിയ ക്വാണ്ടിറ്റി അല്ല, വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മാനുഫാക്ചർ ഡയറക്റ്റ് റേറ്റിലാണ് നമ്മൾ ഇവിടെ. അപ്പൊ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നും നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇതല്ലാത്ത ബ്രാൻഡഡ് അല്ലാത്ത ഷർട്ട്സും ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സൈസ് വേണമോ, 38 ആണെങ്കിൽ 38, 40 ആണെങ്കിൽ 40, 38 to 46 വരെ അവൈലബിൾ ആണ്, ഹാഫും ഫുള്ളും. ഇനിയിപ്പോ കച്ചവടക്കാരി എടുക്കുമ്പോ ഈ ഒരു ഫുൾ സൈസ് എടുക്കണോ, അല്ലെങ്കിൽ ഈ ഫോർമൽ ഷർട്ട്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കസ്റ്റമൈസേഷൻ യാരും ചെയ്യാത്ത ഒരു ഫെസിലിറ്റി ആണ്. ആർക്ക് എന്ത് സൈസ് വേണമോ കൊണ്ടുപോകാം. എങ്ങനെ സെറ്റിനല്ല, നമുക്ക് 38 30 പീസ് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം, 40 20 പീസ് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അപ്പൊ ആ ഒരു ലോകം എന്ന് പറയുമ്പോൾ ഷർട്ടിന്റെ ഒരു ലോകമാണ്. 4000 സ്ക്വയർ ഫീറ്റ് ഓൺലി ഫോർമൽ ഷർട്ട്സിന് വേണ്ടി മാത്രം. ഇവിടെ തന്നെ ഇന്നർ വെയർ, ബോയ്സിന്റെ, ജെന്റ്സിന്റെ ഇന്നർ വെയർസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇതെല്ലാം നിങ്ങൾ കാണുന്നത് ഈ ബോട്ടം വെയർ, ഈ ജെന്റ്സിന്റെ ജീൻസ് സെക്ഷൻ. ഇപ്പൊ കറന്റ്ലി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പല വാഷ്, ലിക്വിഡ് വാഷ്, ആസിഡ് വാഷ്, കാർബൺ വാഷില് വൈഡ് ലെഗ്, പിന്നെ ബാഗി, പിള്ളാരുടെയും പിന്നെ എല്ലാതും ഉണ്ടല്ലോ. കുട്ടികളുടെ ഉണ്ട്, അതുപോലെ ജനിച്ച കുട്ടികൾക്ക് തൊട്ട് അവൈലബിൾ ആണ് ഇവിടെ. 16 സൈസ് തൊട്ട് 16 തൊട്ട് 40 വരെയാണ് പിള്ളാരുടെ. പിന്നെ വലിയവരുടെ 28 തൊട്ട് 44 വരെ. അതും ഇതുപോലെ തന്നെ ബാഗി, പാരഷൂട്ട്, ലൂസ് ഫിറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസ്. ഇത് 2 ഡിഫറെന്റ് വാഷ്, മേലെ ഒരു വാഷ്, താഴെ ഒരു വാഷ്, അങ്ങനെ രണ്ട് വാഷ്. അത് വിചാരിച്ചാൽ നിങ്ങൾ രണ്ട് വാഷ് ആയിട്ട് ചെയ്യേണ്ട, ഒരൊറ്റ വാഷ് ചെയ്താൽ മതി അല്ലേ? അല്ലെങ്കിൽ അവര് വിചാരിക്കും ഇത് ഇവിടെ ഇരിക്കണ കണ്ടപ്പോ ഞാൻ ബാഗ് എടുത്തു മാത്രം. ഇതൊരു ട്രെൻഡ്. വലിയവരുടെ 28 36 സൈസിലുള്ള ബാഗി പാന്റ്. ഇതൊരു ട്രെൻഡാണ് കേട്ടോ. ചിലപ്പോ ഇത് ഓണത്തിന്റെ ട്രെൻഡായി മാറും. ഇപ്പൊ മുണ്ട് മാറ്റിട്ട് ചിലപ്പോ മുണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിരിക്കും. ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ മുണ്ടിന്റെ ഡിസൈൻസ് വലുതും വരാൻ കിടക്കുന്നുള്ളൂ, സ്കിപ്പ് ചെയ്യല്ലേ. ഇതെല്ലാം പ്ലെയിൻ ലെവലിലെ ബാഗി കോൺസെപ്റ്റ്. ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ എത്ര സമയം എടുത്താലും നമുക്ക് തീരൂല. ഇത് സമയം തന്നെയല്ലേ, നിങ്ങൾക്ക് ഒരു ദിവസം തീരില്ല. എന്റെ പോട്ടെ, എന്റെ ഒരു ഇവിടെ സ്റ്റിച്ചിങ് പാറ്റേൺസ് പ്ലസ് ഒരു പോക്കറ്റിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്, പോക്കറ്റിന്റെ ഡിസൈൻ വിത്ത് പ്ലീറ്റ്. ആ ഷർട്ടിന്റെ ബാക്കിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ഡിസൈൻ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ നോക്കിയാൽ ഇതും ഒരു വെറൈറ്റി കളർ തന്നെയാണ്, ലൂസ് ഫിറ്റിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം കൊറിയൻ പാൻസ്, ഫോർമൽ പാൻസ് ജെൻസിന്റെ. അപ്പോൾ ഇത് ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗൂർക്ക, ഈ ടൈപ്പ് അല്ലേ? ഈ പാൻസ് ആണ് ഇപ്പൊ കുറച്ചുകൂടി ഇപ്പൊ ട്രെൻഡ് നിൽക്കുന്നത്. കൊറിയൻ പാൻസ് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ട്, പക്ഷെ ഈ പാന്റ് ഗൂർക്ക പാൻസ് എന്നാ പറയാ. അടുത്ത് നമുക്ക് ഗേൾസിന്റെ കൽക്കട്ട. അപ്പൊ ഗേൾസിന്റെ നിലത്തല്ലേ ഉണ്ടായിരുന്നത്? ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ? ഗേൾസിന്റെ വെസ്റ്റേൺ സെക്ഷൻ ആണ് താഴെ കണ്ടത്. ഇവിടെ ഗേൾസിന്റെ ഫ്രോക്ക് സെക്ഷൻ, ഫാൻസി ഫ്രോക്സ്, കൽക്കട്ട സെക്ഷൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഉദാഹരണത്തിന് ചില മോഡൽസ് കാണിച്ചു തരാം. ഇതെല്ലാം കറണ്ട് ഈ ആഴ്ച വന്ന് എത്തിയേക്കുന്ന
ഡിസൈൻസ്. ഒരു ഐഡിയകൾ മാത്രമാണ് കേട്ടോ. ഫാൻസി ഫ്രോക്കിന്റെ നല്ല നല്ല ഫ്രോക്കിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഇതും ബൾക്ക് പീസ് ആണോ അല്ലെങ്കിൽ അല്ല, ഇത് വരുന്നത് 16-26 സൈസിലാണ്. സിംഗിൾ കളർ സൈസ്. ഓക്കെ, അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഡിഫറെന്റ് എത്ര വെറൈറ്റീസ് ഉണ്ട് നോക്ക്. അത് ഇപ്പൊ കുറച്ച് കാണിക്കുന്നുള്ളൂ കേട്ടാ. വീണ്ടും നമുക്ക് എത്ര കാണിച്ചാലും ഇത് 10% സെലക്ഷൻ മാത്രമാണ്. അതെ, കുറച്ച് നമ്മള് ഇത് ഈ ഓർഗൻസാല 2 ഷെയ്ഡ് സോഫ്റ്റ് ഓർഗൻസ ആണ്. ഓർഗൻസ എന്ന് പറയുമ്പോൾ ഓർഗൻസയിൽ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. സോഫ്റ്റ് ഓർഗൻസ, സോഫ്റ്റ് നെറ്റില് കുട്ടികളൊക്കെ ഇടുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതാ ഓക്കെ, ഇതൊക്കെ ഫ്രോക്കുകളായി ജസ്റ്റ് ആ ഒരു ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ നല്ല ഭംഗിന്റെ. ആ 3 ഷെയ്ഡ് നോക്കിയേ, ആ കളർ ഷെയ്ഡ് കണ്ടോ, ആ ഒരു പിങ്ക് ബ്ലൂ ഒക്കെ ആയിട്ടുള്ളത്. അതിന്റെ അടിയിലത്തെ ആ ഒരു പാവടയുടെ ആ ഫ്ലവേഴ്സ് ആണ് കേട്ടോ മെയിൻ ആയിട്ട്. കുട്ടികൾ ഇടുമ്പോൾ ആ ഒരു ലുക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് കാണിച്ചത്. പിള്ളേർ ഇടുമ്പോ ഇതൊന്നല്ല, ഇതിനേക്കാളും ഭംഗിയായിരിക്കും നമ്മുടെ പിള്ളേര് നമുക്ക്. കംപ്ലീറ്റ് കൽക്കട്ട ആണ്. ഇപ്പൊ കൽക്കട്ടന്റെ ഒരു ടോപ്പ് 15 ബ്രാൻഡ്സ് ആണ് നമ്മൾ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമുക്ക് പാൻസ് ഒക്കെ കാണിക്കണ്ടേ? ഇനി പാൻസ് കാണിച്ചു. ഇനി ടീഷർട്സും കാഷ്വൽ ഷർട്ട്സും. ഓക്കെ, അപ്പൊ ടീഷർട്ട് എന്ന് പറയുമ്പോ അതില് നമുക്ക് ഡ്രൈവർ ചേട്ടന്മാരെ മറക്കാൻ പറ്റില്ല അല്ലെ? അവർക്കുള്ള കാക്കി ഇത് മറന്നു, അതുപോലെ ഒരു ടീഷർട്ട് കാക്കിയിൽ തന്നെ ഷർട്ടും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്. അതുപോലെ സ്കൂൾ യൂണിഫോംസ് വൈറ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് വൈറ്റ് ഷർട്ട്സ് ബൾക്ക് പീസ്, അതായത് ഫുൾ കാണുന്നത് സ്റ്റോക്ക് ആണ് കേട്ടോ. അതും സൈസസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഓണം കളക്ഷൻസ് നോക്കാം. അടുത്ത് വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ കാണിക്കുന്നത് ടീഷർട്ട് സെക്ഷൻ. ഓക്കെ, ഈ ഫുൾ സെക്ഷൻ ഇതും അതും. ഓക്കെ, അവിടെ ടീഷർട്ടിന്റെ ഒരു സെക്ഷനില് ഇവിടെ കുറച്ച് നമുക്ക് നോക്കാം. പെട്ടെന്ന് ഒരു മിഡിൽ ഏജ്ഡ് 30-35 ഇയേഴ്സ് അബവ് പ്രിഫർ ചെയ്യുന്ന ടീഷർട്ട് ഡിസൈൻസ് ആണ് ഇതെല്ലാം. അതില് പല തരം വെറൈറ്റീസ് ഉണ്ട്. എന്നാൽ ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ചും അവൈലബിൾ ആണ്. ബോംബെ, അഹമ്മദാബാദ്, തിരുപ്പൂർ. ഇപ്പൊ കാണിച്ചത് എല്ലാം മെറ്റീരിയൽ ഡിഫറൻസ് ആണ്. പക്ഷെ ടീഷർട്ട് എന്ന് പറയുമ്പോൾ കോളറും റൗണ്ടും, പക്ഷെ മെറ്റീരിയൽസ് ഡിഫറെന്റ് ആണ്. ഇനി ഇതിൽ എടുക്കുമ്പോ എങ്ങനെയാ ഈ ബോക്സ് പാക്കിംഗ്? ഇങ്ങനെയാ ബോക്സ് പാക്കിംഗ് നമുക്ക് വരുന്നത് സിംഗിൾ കളർ, സിംഗിൾ സൈസിന്റെ 6 കളർ, 5 കളർ, 4 കളർ, അങ്ങനെ ഒരു ബോക്സ് അങ്ങനെയാണ് എടുക്കേണ്ടത്. എത്ര പീസ് ഉണ്ടാവും? ചില മോഡൽസ് 4 കളർ ആയിരിക്കും, ചില മോഡൽസ് 5 കളേഴ്സ് ആയിരിക്കും. സിംഗിൾ സൈസിന്റെ പല കളേഴ്സ് അങ്ങനെയാണ് സെറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ ഇത് ഫുൾ ബോക്സിലാവുമ്പോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. എവിടെയും ടീഷർട്ട് ഉണ്ടല്ലോ. ഇത് റൗണ്ട് നമ്മൾ നേരത്തെ കണ്ടത് കോളറിൽ ടൈ ഡൈ മോഡല്. ഇതും ഹാഫ് ആൻഡ് ഹാഫ് വാഷ്. ഇതെല്ലാം ഡെനിം ഫീലില് കിട്ടുന്ന ഒരു 5 സ്ലീവ് ടീഷർട്ട്, അത് ഡെനിമിന്റെ. ഇതും ട്രെൻഡ് തന്നെയാണ്. മോർ ദാൻ 500 ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം മോണോപോളി ബ്രാൻഡ്സ് ആണ്. അപ്പോൾ ഈ ബ്രാൻഡ്സ് എനിക്ക് എവിടെയും കേരളത്തിൽ തന്നെ കിട്ടത്തില്ല. ഇനി അടുത്ത് കാഷ്വൽ ഷർട്ട്സ് ഹാങ് ചെയ്തത് കൊണ്ട് നമുക്ക് എവിടെ ഗ്യാപ്പ് ഇല്ല സത്യം പറഞ്ഞാൽ. അതാ ഇവിടെ ഷർട്ട്സ് ഭയങ്കര റേറ്റ് കുറവിന് അവൈലബിൾ ആണ്. റേറ്റ് നോ പറയാൻ പറ്റൂല. ഇവിടെ കുട്ടികളുടെ ഷർട്ടാണ്. ഈ ഒരു സെക്ഷൻ മൊത്തം കുട്ടികളുടെ ഷർട്ട് ആയതുകൊണ്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്തത്. ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ ഷർട്ട് 16 തൊട്ട് 36 വരെയാണ് അവൈലബിൾ. ഹാഫും ഫുള്ളും ആയിട്ട് നമുക്ക് 2 വെറൈറ്റിയിലാണ് കിട്ടുന്നത്. ഒന്ന് എന്ത് സൈസ് വേണമോ ആ സൈസ് എടുക്കാം, അല്ലെങ്കിൽ സെറ്റ് ആണെങ്കിൽ 22, 30, 22, 32 അങ്ങനെ സൈസ് ആയിട്ട് എടുക്കാം. ഇത് നോക്കിയേ, ഇത് ഏറ്റവും കുഞ്ഞ ഷർട്ട് അല്ലേ? ഈ കടയിലത്തെ ഏറ്റവും കുഞ്ഞ ഷർട്ട് ഇതാണോ? എത്ര? ഇത് 6 മാസം. ഇത് കാണുന്ന ഈ നിറ്റഡ് ഷർട്ട്, ഇതും ഒരു ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഹിന്റ് തന്നു മാത്രം. ഇനി വലിയവർക്കുള്ള ഷർട്ടുകളാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇതൊന്ന് ഹാങ് ചെയ്തത് ഒന്ന് നോക്കി നോക്കിയാൽ ഇതൊക്കെ പല മെറ്റീരിയൽസിലാണ് ഉള്ളത്. അതും ഷർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സാറിന് ഒന്നുകൂടി ഹരം കൂടും. നമ്മൾ ബോയ്സ് ആണല്ലോ അല്ലെ? ജെന്റ്സ് സെക്ഷൻ എന്ന് പറയുമ്പോ ആ ഒരു ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുധാമ നഗർ, കാമാക്ഷി പാല്യ ആണ് സ്പെഷ്യാലിറ്റി ഷർട്ടിന്. ബാംഗ്ലൂർ ഷർട്ട്സ് അവരെ കാട്ടിലും 20% ലോയർ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാംഗ്ലൂർ പോകണ്ട, അതിനേക്കാളും റേറ്റ് കുറവ്. ബിക്കോസ് നമ്മളിത്
ബാംഗ്ലൂർ, ചൈന, അഹമ്മദാബാദ് സ്വന്തം തുണി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം മാനുഫാക്ചറിംഗ് റേറ്റിലെ കാട്ടിലും കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ബൾക്ക് പർച്ചേസ്. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളൊരു തുണി എടുക്കുമ്പോൾ ഒരു 100 മീറ്റർ എടുക്കണതും 1000 മീറ്റർ എടുക്കണത് 5000 മീറ്റർ എടുക്കണതിനും റേറ്റ് കോസ്റ്റ് വ്യത്യാസം ഉണ്ട്. അപ്പൊ അതിന് ഇവരൊക്കെ എടുക്കണത് വലിയ വലിയ ബൾക്ക് ഓർഡേഴ്സ് ആണ്. അപ്പൊ അതിനനുസരിച്ച് കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് തരാൻ സാധിക്കും. അവിടെ കുറച്ച് ഷർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചു. ഓക്കെ ഓക്കെ. ഇതും ഒരു നല്ല തുണിയൊക്കെ തന്നെയാ, നല്ല സോഫ്റ്റ് കൊറിയൻ റയോൺ എന്ന് പറയും. ഇത് കൊറിയൻ ഫാബ്രിക്. ഇതില് നോക്കാം, ഇതും നോക്കിയാ ഇതല്ല താഴത്തെ നമ്മള് കണ്ടത് ഫസ്റ്റ് ആ ഒരു ഡമ്മിയില് വെച്ച് കണ്ട ഓണം കളക്ഷൻ. ഈ പ്രിന്റ്സ് മോർ ദാൻ 20-25 പ്രിന്റ്സ് അവൈലബിൾ ആണ്. അതില് വെറൈറ്റി പ്രിന്റ്സിന്റെ ഓണത്തിന് ഇഷ്ടം പോലെ വെറൈറ്റീസും ഉണ്ട്. ഇനി ഇത് ഓണം കളക്ഷന്റെ കുറച്ച് പ്രിന്റുകള്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും രണ്ടും പ്രിന്റ്. ഇത് ഈ പ്രാവശ്യത്തെ ഓണം കൊണ്ടുപോകും തോന്നുന്നുണ്ട്. ഇതാ ഡബിൾ സൈഡ്. ഇത് ഹെവി ഫാബ്രിക്, ഫ്രണ്ടും ബാക്കും പ്രിന്റ്. ഹെവി ഷർട്ടിന്റെ നമുക്ക് തുടങ്ങിയാൽ തീരൂല, അത് പറഞ്ഞാലും തീരൂല, കാണിച്ചാലും തീരില്ല. ഇത് സിഗ്സാഗ് അബ്സ്ട്രാക്ട് ഡിസൈൻ. യെസ്, ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക്. ഫാബ്രിക്കിന്റെ ചെക്സ്, അതിലെ ബാക്ക് പ്രിന്റ്, റബ്ബർ പ്രിന്റ്. അപ്പൊ അങ്ങനെ പല കളക്ഷൻസ് ആണ് നമ്മള്. ഫ്ലവറും ഉണ്ടോ? എന്റെ പോയി, അത് ഫ്രണ്ടിലല്ല ബാക്കിലും ഉണ്ട് ഈ ഒരു ഫ്ലവർ. ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഉണ്ട്, അല്ലാത്തതും ഒരുവിധം മിക്കതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബിലോ ബഡ്ജറ്റ് ആണ്. മാനുഫാക്ചറിനേക്കാളും റേറ്റ് കുറവ് തന്നെ. അതാണ് എന്താ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു രീതിയിൽ ഒന്ന് നോക്കിയാൽ മതി നോർമലിൽ എടുക്കുമ്പോ. അപ്പൊ ഗ്രീനില് വലിയ പ്രിന്റ്, ഇതെല്ലാം ബിഗ് സൈസ് ആണ്. ഇത് 2, 3, 4 XL ഡിസൈൻസ് ആണ്. ബിഗ് സൈസസും അവൈലബിൾ ആണ്. പിന്നെ ബോക്സ് പാക്കിംഗ് വരുന്നുണ്ട്, ഇതുപോലെ റോൾ ടൈപ്പ് ആയിട്ടുള്ള പാക്കിംഗ് വരുന്നുണ്ട്, ഈ ടൈപ്പ് ആയിട്ടുള്ള പാക്കിംഗ്സും അവൈലബിൾ ആണ്. ഒക്കെ ഡിഫറെന്റ്. അത് ഓരോരോ സ്റ്റേറ്റിന്റെ മാറ്റങ്ങളാണ്. ആ ഒരു പാക്കിംഗ് തുണിക്കും മാറ്റങ്ങളുണ്ട്. കസ്റ്റമേഴ്സിന് എന്ത് പാക്കിംഗ്, റോൾ പാക്കിംഗ് വേണമെങ്കിൽ റോൾ പാക്കിംഗ് എടുക്കാം, ഫ്ലാറ്റ് പാക്കിംഗ് വേണമെങ്കിൽ ഫ്ലാറ്റ് പാക്കിംഗ് എടുക്കാം, ബോർഡ് പാക്കിംഗ് എടുക്കാം, ബോക്സ് എടുക്കാം, എല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇവിടെ. എല്ലാതും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ പോവാം. ഓണത്തിലുള്ള ട്രെൻഡി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് സാരി ആയിക്കോട്ടെ, ധാവണി ആയിക്കോട്ടെ, ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്. ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അച്ഛന്, അമ്മയ്ക്ക്, അനിയത്തിക്ക്, മരോക്കൾക്ക് എല്ലാവർക്കും ഉള്ള കളക്ഷൻസ് ഉണ്ട്. ഈവൻ കുട്ടികൾക്കുള്ള വെറൈറ്റീസും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ മാത്രമേ വെടിക്കെട്ട് കാണാൻ കെടുക്കുന്നേ ഉള്ളൂ. ഇതൊരു അടുത്ത സെക്ഷൻ, അടുത്ത ആള് മാറി ഒരാൾക്ക് ഒഴിവ് കിട്ടുമ്പോ ഒരാൾ അങ്ങനെ നോക്കിട്ട് എടുക്കാണ്. അപ്പൊ ഈ ഒരു ഫുൾ കൗണ്ടറിൽ എന്താ ഉള്ളത്? ഇവിടെ നമുക്ക് കേരളന്റെ ധോത്തി, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ലുങ്കി, കൈലി, ബെഡ്ഷീറ്റ്, പില്ലോസ്, തോർത്ത്, ടർക്കി, ഇഷ്ടംപോലെ സാധനം. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞ ഐറ്റം ഒന്നും ഇല്ല. ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ USP അതാണ്. നിങ്ങളുടെ ഒരു ഫാമിലി ഷോപ്പ് ഇരുന്നെങ്കിൽ ഏത് ഐറ്റം വേണമെങ്കിൽ നമുക്ക്, അത് MCR മുണ്ടായാലും രാംരാജിന്റെ മുണ്ടായാലും ലോക്കലിന്റെ കുറഞ്ഞ മുണ്ടായാലും കുറഞ്ഞ ലുങ്കി ആയാലും ഏതാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ട്രെൻഡ് ആണെങ്കിൽ അതും ഉണ്ട്. ഇത് ബ്ലാക്ക് ലവേഴ്സ് എന്ന് പറയുമ്പോ ഒരു ഹരാണ്. അതില് പ്രിന്റ് എന്ന് പറയുമ്പോ അതിനേക്കാൾ ഒരു എന്തോരം ഡിമാൻഡ് ഇല്ലേ? എന്തിനു പറയണ, നമ്മളിട്ടിരിക്കുന്നത് ബ്ലാക്ക് തന്നെ അല്ലെ? ഇതിനൊരു വേറൊരു ലെവല് തന്നെയാണ് കേട്ടോ. ആണുങ്ങൾ ആ ഒരു മുണ്ട് എടുത്ത ഒരു പ്രിന്റില് നിക്കണം നിപ്പ് കാണുമ്പോഴില്ലേ. മോളില് ഇതിന്റെ സെയിം ഷർട്ടും കണ്ടിട്ടുണ്ടാവും. ഷർട്ട് ആ സെയിം അതിന്റെ മാച്ചിങ് ആയിട്ട് ഇപ്പൊ ആ സെയിം സ്റ്റിക്കർ പ്രിന്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ അതും ബ്ലാക്കിൽ മാത്രമേ വരുന്നില്ല, ഇത് കളറും ഉണ്ട്. വൈറ്റ് എടുത്തു, വൈറ്റിലും വരുന്നുണ്ട്. കോപ്പർ പ്രിന്റില് ഏത് പ്രിന്റ് വേണേലും ഏത് പ്രിന്റും ഉണ്ട്. ഇതിനകത്ത് 4-5 കളർ വരും, വൈറ്റ് കളർ വരും സ്റ്റിക്കറില ഇങ്ങനെ. ബട്ട് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ബ്ലാക്കിലാണ് ഈ ഒരു സ്റ്റിക്കർ പ്രിന്റ്. എത്ര പ്രിന്റ്സ് അവൈലബിൾ? ഇപ്പൊ ഒരു 50-60 ഡിസൈൻസ് ഈസി ആയിട്ട് കാണാം. അതൊക്കെ ഒരു നമ്പറാണോ? അതൊക്കെ ഒരു നമ്പറാണോ ഈ ഒരു 50-60 എന്ന് പറയുന്നത്? ഇത് കൂടി ഇത്രയ്ക്ക് നമ്മൾ കാണിച്ചിട്ടും കസ്റ്റമേഴ്സ് ഇനി വെറൈറ്റി ചോദിക്കും. നമ്മൾ ഇനി സമയം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഐറ്റവും കിട്ടും, ചെയ്ത് തരാൻ പറ്റും. ഇത് വീവിംഗിലല്ല വരുന്നത്? ഇത് വീവിംഗില്ല, ഇത് വീവിംഗ് ഇല്ല, ഇത് പ്രിന്റ് ആണ്. ഇത് പ്രിന്റ്. പക്ഷെ ശരിക്കും ആ ഒരു ഹാൻഡ്ലൂമിന്റെ ഒരു വീവിങ് പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും കാണുമ്പോ ആ ഒരു കറക്റ്റ് ആ ഒരു പക്ക അതില്
വൈറ്റില് എന്തോരം വേണമെങ്കിലും ഉണ്ടെന്നല്ലേ? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ? ഇതില് ശരിക്കും മനസ്സിലാവുന്നുണ്ട് പ്രിന്റ് ആണെന്നുള്ളത്. പക്ഷെ ഇത് ശരിക്കും ആ ഒരു വീവിങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടാ പറയണം, അപ്പൊ നേരിട്ട് വരുമ്പോ കുറച്ചുകൂടി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി എടുക്കാം. കുറെ പ്രിന്റ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് വെറൈറ്റി ഈ വൈറ്റ് എന്ന് പറയുമ്പോ ഈ കോട്ടൺ അല്ലേ? നോർമൽ 100% കോട്ടൺ, 100% കോട്ടണിലാണ് കേട്ടോ ഇത് നോർമൽ നമ്മുടെ സാധാരണ ഡബിൾ മുണ്ടല്ല അല്ല. ഈ വൈറ്റ് കാണുമ്പോ എല്ലാം വെള്ളയാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് സാരി, ഇപ്പൊ ഓണം വന്നത് കൊണ്ടിട്ട് ഇഷ്ടം പോലെ കേരള സാരീസിന്റെ പുതിയ കളക്ഷൻസ്. അത് ടെസൽസ് ഉള്ളതും ടെസൽസ് ഇല്ലാത്തതും. ചേട്ടൻ എടുത്തതാണോ? ചേട്ടൻ ഇങ്ങോട്ട് കൊടുന്നോ? ചേട്ടനാണോ ഈ ഇവിടുത്തെ ഏരിയയിലത്തെ ആള്? ഇവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് നല്ല നോക്കിട്ട് പെട്ടെന്ന് ഇതില് ഫുൾ ബോഡി സ്ട്രൈപ്സ്, പല്ലു ഇങ്ങനെ വരും. ഓക്കെ, അത് കോഡിയില് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ടണിലും വരുന്നുണ്ട് കേട്ടോ. ഇതില് ഡിജിറ്റലും ടസൽസും ഇട്ടത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഡിജിറ്റലില് അത് ബോർഡർലെസ്സിലാണ് വരുന്നത്, ബോർഡർ ഉള്ളതും വരുന്നുണ്ട്. നമുക്കിത് നിവർത്തി കാണിക്കാൻ കുറച്ചുകൂടി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലേ ഒന്ന് കറക്റ്റ്. കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടിട്ട് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്, അവരെ ഹൈഡ് ചെയ്യാനാണ് നമ്മൾ കുറച്ച് മുന്നിൽ നിന്നത്. അവരങ്ങോട്ട് നീങ്ങി. ഓക്കെ, ഇതും പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ, ചെക്കില് വരുന്ന ഒരു ഡിസൈൻ. കറക്റ്റ് കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഓക്കെ, അതിപ്പോ ഓണം കഴിഞ്ഞാലും കൊടുക്കാതെ ഓണം തന്നെ ഒരു ഫീലിംഗ് വേണ്ട. ഇത് ഈ പ്രിന്റ് ഇപ്പൊ ട്രെൻഡാന്ന് തോന്നുന്നുണ്ട്, നല്ല വലിയ പ്രിന്റില്. അല്ല, വലിയ ബ്രഷ് പെയിന്റ് ആണ് കേട്ടോ ഇത്. ഇത് ഡിജിറ്റൽ പ്രിന്റ്. ഇപ്പൊ ഇങ്ങനത്തെ ഇതാണ് കൂടുതൽ മൂവി. ഇപ്പൊ എല്ലാവർക്കും ട്രെൻഡാണ്. പഴയ പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് കസവ് വേണ്ട. ഇപ്പൊ പണ്ടത്തെ പ്ലെയിൻ കസവ് തന്നെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഏതാണെങ്കിൽ ഐറ്റം ഇരുന്നെങ്കിൽ മാത്രം കസ്റ്റമേഴ്സ് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുള്ളൂ കൂടുതൽ. ഇതിൽ തന്നെ നമുക്ക് ഈ സെയിം പ്രിന്റ് തന്നെ ഇപ്പൊ മുകളിൽ ഞാൻ അതന്നെ നോക്കിയത്. മുകളിൽ കുറച്ച് ഹാങ് ചെയ്ത് വെച്ചിരിക്കണത് കണ്ടോ? അതിന് തന്നെ ഡിഫറെന്റ് ഇതൊക്കെ ഓണത്തിനും ഓണം കഴിഞ്ഞാലും അതിൽ ഓംബ്രെ സ്റ്റൈലിലും ഡിജിറ്റലിലും ബ്രഷ് പെയിന്റിലും കട്ട് വർക്കിലും. കട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അതാണ് ഇതില്. ഞാനത് ഇത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തതാ. നമ്മുടെ റെഗുലർ കോട്ടണിൽ തന്നെ പക്കാവായിട്ട് കട്ട് വർക്ക് ചെയ്തത്. അതും സെയിം ആ ഒരു നൂലും കൂടി ആയപ്പോ നമുക്ക് ഓണം ടേസ്റ്റ് വന്നു. ഇനി ഇതിൽ തന്നെ കളർ ടേസ്റ്റ്, അതെ, നമ്മൾ ധോത്തിയിലെ കണ്ടതുപോലെ ടേസ്റ്റ് എല്ലാ ദിവസവും മാറി ലേറ്റസ്റ്റ് ട്രെൻഡ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കൂടുതലും ഓൺലൈൻ മൂവിങ് ആണ്, ഓൺലൈൻ കസ്റ്റമേഴ്സും കൂടുതലുണ്ട്. കുറെ കസ്റ്റമേഴ്സ് ഇപ്പൊ റീറ്റെയിൽ കച്ചവടക്കാരാണെങ്കിൽ കൂടി അവർ വരുമ്പോ ഇങ്ങനെ ഓൺലൈനിലെ ഫോട്ടോസ് കണ്ടിട്ട് ഇങ്ങനെ ഐറ്റംസ് ഉണ്ടാന്ന് ചോദിച്ചിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണ് ഇപ്പൊ ഏറ്റവും. ഇപ്പൊ നമ്മൾ താഴത്ത് കണ്ടില്ലേ മഞ്ജു വാര്യരുടെ സാരി എന്ന് പറഞ്ഞാൽ, അതുപോലെ ഓരോരോ സെലിബ്രിറ്റി ഇട്ടാ അതൊരു ട്രെൻഡായി മാറി അത് നമ്മളിവിടെ എത്തിക്കും. അങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യരുതാ. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ സാരി നമുക്ക് സേലത്തിൽ നിന്ന് നമുക്ക് മേടിച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തിൽ അയച്ച് ഇത് നമുക്ക് വർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് ഫുൾ എംബ്രോയിഡറി, ഫുൾ ഓവറോൾ എംബ്രോയിഡറി. കാണുമ്പോൾ വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക, ടോൺ ടു ടോൺ ആയതുകൊണ്ട് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല. നേരിട്ട് വരാൻ അതാണ് പറയണത്. അപ്പൊ ആ ഒരു ഡീറ്റെയിലിംഗ് കിട്ടുള്ളൂ. പുതിയത് ഇനി കടക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്തോ ഒരു ബിസിനസ് തുടങ്ങേണ്ട താമസമുള്ളൂ. പല്ലുവാണ് ഇതിന്റെ ഹൈലൈറ്റ്. യെസ്, ബ്രഷ് പെയിന്റിൽ വന്നിരിക്കുന്നത് ഇതിന്റെ പല്ലുവാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ കുറെ വർക്ക് കിട്ടും. ജസ്റ്റ് ഒരു സാമ്പിളിന് മാത്രം നമ്മളിങ്ങനെ വർക്ക്. ഇതില്ലാതെ കുറെ നമ്മുടെ ബേസിക് ഐറ്റംസും ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് തന്നെ ഇപ്പൊ നല്ല ട്രെൻഡി പണ്ടത്തെ ഇത് നമ്മൾ നേരത്തെ വൈറ്റിൽ കണ്ടില്ലേ, അതിന്റെ തന്നെ ഇത് ടിഷ്യൂല് വരുന്നതാ കേട്ടോ, ത്രെഡ് വർക്കില്. പിന്നെ അതല്ലാത്ത നമുക്ക് നോർമൽ ടിഷ്യൂ തന്നെ ഈ റെഗുലർ കസവില്ലാതെ അതിനകത്ത് കുറച്ച് ലൈൻസ് ഇട്ട് വീവിംഗ് ഇട്ട് ലൈൻസ് ഇട്ട്. ഇതിലിപ്പോ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കസവ് വരും, കട്ടിവര വരും, അതില് കളേഴ്സുകൾ വരും, എംബ്രോയിഡറിയിൽ വരും, പ്രിന്റിൽ വരും, കുറെ ഉണ്ട്. ഇപ്പൊ ഈ ഏരിയ ഫുൾ, ഈ കാണുന്ന സെക്ഷൻ ഫുൾ അതിൽ റോസ് ഗോൾഡ്, കോപ്പർ എല്ലാം ഉണ്ട്. റോസ് ഗോൾഡ്, കോപ്പർ. ഇപ്പൊ പുതിയതായിട്ട് ഈ പ്രാവശ്യം വാട്ടർ ജെറി എന്നാ പറയുന്നുണ്ട് അവർ. ഇത് പിങ്ക് ചെറി പോയി ഇപ്പൊ വാട്ടർ ജെറി ആയി. കോപ്പർ ആയിരുന്നു, പിങ്ക് ആയിരുന്നു, പിന്നെ ഇപ്പൊ വാട്ടർ ജെറി. ഇത് കേട്ടാ, ഇത് രണ്ടും കൂടിയിട്ട് ഒരു സിൽവറും കോപ്പറും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇതാണ്, കളറാണ്. അതിനാണ് വാട്ടർ ജെറി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സിൽവർ ആസ് യൂഷ്വൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇനി അടുത്ത സെക്ഷൻ ഇതെന്താ? ഇതും സാരി തന്നെ. ഇത് കോട്ട ചെക്കിലാണ് കേട്ടോ. ഇതിന്റെ പല്ലുവിന്റെ പോർഷൻ ആണ് ഇത്. വീവിംഗ് ബോർഡറും പിന്നെ നമുക്ക് ഈ സ്ഥലത്തിൽ നമുക്ക് ഇതുണ്ട്, ദാവനി സെറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഹാഫ് ആൻഡ് ഹാഫ് സാരി ദാവനീസ് ഉണ്ട്. അതുപോലെ റെഗുലർ ഐറ്റംസ് ഉണ്ട്. നമുക്ക് മുണ്ട് അതൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. റെഗുലർ ഐറ്റംസ് അതുണ്ട്. നമ്മുടെ
മൈക്രോയില് വരുന്നതാണ്ട് എല്ലാ ഐറ്റംസ് ഇവൻ എല്ലാം ചെറിയ തൊട്ട് വലിയ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇനി നമുക്ക് ഇനി അവിടെ തന്നെ നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് കാണலாம். പിന്നെ ഡ്രസ് മെറ്റീരിയൽസ്, ഇപ്പൊ ചുനിദാർ മെറ്റീരിയൽസിന്റെ ട്രെൻഡ് ഒരുപാട് തിരിച്ചു കൂടാൻ തുടങ്ങി. അതല്ലാത്ത ഇവിടെ ഈ റണ്ണിങ് മെറ്റീരിയൽസ് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. റണ്ണിങ് മെറ്റീരിയൽസ് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രമല്ല, അതിൽ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ഇപ്പൊ ട്രെൻഡ് നടക്കുന്ന ഒരു മെറ്റീരിയൽ, വലിയ പ്രിൻസ് കോട്ട് സെറ്റ്. യെസ്, സോ കോട്ട് സെറ്റ് സെറ്റ് മുണ്ട് കാണിക്കാണ്ടെന്ന്. സെറ്റ് മുണ്ട് ഉണ്ട് നമ്മളെന്ന് വെച്ചാൽ സെറ്റ് സാരിയിലുള്ള സെയിം തന്നെ നമുക്ക് സെറ്റ് മുണ്ടും അവൈലബിൾ ആണ്. അതിൽ ഡബിൾ മുണ്ടും പിന്നെ സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട്, 280 ഉണ്ട്, എക്സ്ട്രാ ലെങ്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നമ്മൾ എടുത്ത് കാണിക്കുന്നില്ല, പക്ഷെ അത് ഉണ്ട്. നമുക്ക് ഇനിയും കാണിക്കാൻ കുറെ വെറൈറ്റീസ് എടുക്കുന്നുള്ളൂ. ഇത് കാണുന്നത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടിട്ട് എല്ലാം കാണിക്കാൻ പറ്റൂല. ഈ കാണുന്ന ഏരിയ നോക്കി, ഇത് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസിന് മാത്രമുള്ളതാണ്. ബുട്ടിക്കാര് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ വന്ന് എടുത്തോ, ഒക്കെ ഇഷ്ടം അനുസരിച്ച് തിരിച്ചെന്ന് വെച്ചാൽ ഒക്കെ മീറ്ററിന് ഇത്രയേ റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് പറയാൻ പറ്റാത്ത റേറ്റ് ആണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ദാവണി സെറ്റ്സ് ഒക്കെ വേണ്ടി പോകാനുള്ള ലൂറെക്സ് എന്ന് പറയുന്ന ആ ഒരു തുണി, ഇത് ലൂറെക്സ് ലൈൻ വന്നിട്ടുള്ളത്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്നത് മൊത്തം ഇതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് സാരീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളേഴ്സുകളാണ്. ഇനി നമ്മള് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കുറെ ഇഷ്ടപ്പെട്ട് തയ്ച്ചിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി ആദ്യം വാചകടി വേണ്ട, നമുക്ക് കളക്ഷൻസിലേക്ക് എടുക്കാം. യെസ്, അതും കുറച്ച് പീസ് മാത്രം കാണിക്കുന്നുള്ളൂ. ഒരു ഫ്ലോർ നിറയെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇപ്പൊ ഉള്ള ട്രെൻഡിലുള്ള ഐറ്റംസ് ആണ്. കംപ്ലീറ്റ് ബ്രാസോ ദുപ്പട്ടാവും ബ്രാസോ നെക്ക് വർക്കും മിററും വെച്ചത് ജോർജറ്റിന്റെ തുണിയില. ഓക്കെ, ഇതിനും കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു സെറ്റ് ഫുൾ എടുക്കണം, ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും അല്ലെ? ഒരു സെറ്റ് ആകുമ്പോൾ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. ബ്രാസോന്റെ ബോഡി ക്രൊയേഷ്യ വർക്കും പിന്നെ ദുപ്പട്ട ഫുള്ള് വർക്കുള്ളത്. ഇതെല്ലാം ഓൺലൈനിന്റെ ടേസ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞ. പിന്നെ ഇത് സൈസസ് ഒന്നും പറയാനില്ല ഇതിന്. ഇത് എടുക്കുമ്പോ ഇതിൽ നമുക്ക് കെട്ടില് 4 ഡിഫറെന്റ് കളേഴ്സാ വരാം അല്ലെ? ഒരു കെട്ടെടുത്ത ഏകദേശം ഒരു ഐഡിയ കൊടുക്കാൻ അവർക്ക് ഇങ്ങനെ വരും. ഇതന്നെ സെയിം അല്ല? സെയിം അല്ല, കുഴപ്പമില്ല. ഇതിൽ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും വരാം കേട്ടോ. സെയിം ഡിസൈൻസ് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും വരാം. ഇത് 4 ഷെയ്ഡ്, ഒരെണ്ണം ബോട്ടിൽ ഗ്രീൻ, ബ്ലാക്ക്, മെറൂൺ ആൻഡ് വൈറ്റ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇത് അങ്ങനെ 5 എണ്ണാണ് കേട്ടോ. ഇപ്പൊ ഇത് ക്രഷ് ജോർജറ്റില വൈറ്റ് ലക്നാവിന്റെ വർക്ക്. പിന്നെ ഇത് പ്യൂർ ഹാൻഡ് വർക്ക് ജോർജറ്റില ഒറിജിനൽ ഹാൻഡ് വർക്ക്. ഇത് ഒറിജിനൽ കൈ കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. അതെ, കമ്പ്യൂട്ടറും ഇല്ല. ദുപ്പട്ടാലും നമുക്ക് ചെറിയ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ബുട്ടാവും വരും. എല്ലാം ഹാൻഡ് വർക്ക് ആണ്, കംപ്ലീറ്റ് ഹാൻഡ് വർക്ക്. ഒറിജിനൽ അല്ലാത്ത ഐറ്റംസും ഇവിടെ ഉണ്ട്. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോ ടസറിന്റെ നെക്കില് കംപ്ലീറ്റ് കട്ട് വർക്കും ദുപ്പട്ടാലും ആ സെയിം ക്രഷ് ആണ് ഇപ്പൊ ഇത്തിരി ട്രെൻഡിൽ പോകുന്ന ഐറ്റം അല്ലേ? പിന്നെ ജക്കാർഡ് തുണിയില ഒറിജിനൽ കാന്ത വർക്കും പിന്നെ ദുപ്പട്ടാന്റെ ഡിജിറ്റൽ പ്രിന്റ് കംപ്ലീറ്റ് ഇങ്ങനെ. എന്തോരം വെറൈറ്റി അല്ലേ? അയ്യോ, ഇഷ്ടം പോലെ. പറഞ്ഞതുപോലെ ആകെ 2% വെറൈറ്റീസ് മാത്രമേ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത് കാട്ടിലും ഇഷ്ടം പോലെ വെറൈറ്റീസും പറയാൻ പറ്റും. ഒറിജിനൽ ഹാൻഡ് വർക്ക് ഉള്ളത്, പിന്നെ പ്രിന്റ് ഒറിജിനൽ ക്രേപ്പ്, ഒറിജിനൽ ജോർജറ്റ്, ഒറിജിനൽ ഓർഗൻസ, അങ്ങനെ എല്ലാം. റോസിൽക്ക് ഒരു തവണ നല്ല ട്രെൻഡ് ആയിരുന്നു. പിന്നെ അത് ഇപ്പം പോകുന്നുണ്ട്. പ്ലെയിന് ചെറിയ ചെറിയ ബട്ടൺ ഇട്ടിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ. എനിക്ക് ഈ ഒരു തുണിയില മാത്രം നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് പ്രൊഫഷണലിന്റെ ഒരു ഡ്രസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, പാർട്ടി വെയർ ആയിട്ടും നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നവർക്ക്. ഇത് ഓണം കഴിഞ്ഞാലും ഇടാം, പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഫുൾ വീവിങ്ങിലാണ് ഇത്. അപ്പൊ ഈ വൈറ്റിൽ തന്നെ ഫുൾ വൈറ്റ് ആയിരിക്കും ബണ്ടൽ. 4 ഡിസൈൻ 5 ഡിസൈൻ വരും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇത് ഫുൾ വീവിങ്ങിൽ തന്നെ കേട്ടോ. ബനാറസിയില ഇങ്ങനെ താഴത്ത് ബോട്ടം കോൺട്രാസ്റ്റും ദുപ്പട്ടാവും സെയിം അങ്ങനെ തന്നെ കോൺട്രാസ്റ്റിൽ വരുന്നത് ഡബിൾ ഷെയ്ഡില്. ഇത് വരുമ്പോ ലൈറ്റ് വെയിറ്റ് തുണി. ഭയങ്കര ലൈറ്റ് വെയിറ്റില്ല. ഇതിനുള്ള ലൈനിങ് ഒക്കെ ഇവിടെ കിട്ടൂട്ടാ. ഒക്കെ കടയിൽ മേടിച്ചു വെച്ചാൽ ഞാൻ കളറിലുള്ള ലൈനിങ് ഇല്ല എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ ഇറങ്ങി പോയത് അവരുടെ കടയിൽ അല്ലേ? അപ്പൊ അതിനുള്ള ലൈനിങ്ങും മെയിൻ ഫാബ്രിക് എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതും ഒറിജിനൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഇതിന്റെ ഫുൾ അടിയിൽ വരെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ? ടിഷ്യൂല് ഹാൻഡ് വർക്കും
പിന്നെ ഡിജിറ്റൽ ദുപ്പട്ട ഇങ്ങനെ എല്ലാം പക്ക കട്ട് 2.5 ആവട്ടെ 2.5 ഈ ദുപ്പട്ട എല്ലാം നോക്കിക്കോ അതിനകത്ത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് നമുക്ക് കട്ട് വർക്കും ഉണ്ടാവും പിന്നെ ഹാൻഡ് വർക്കും ഉണ്ടാവും ഓ ക്രോഷ്യന്റെ പോലെ ചെയ്തിട്ടുള്ള വർക്ക് അല്ലേ എന്നാ ക്രോഷ്യ അല്ല അത് നമ്മൾ കൈ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ് പിന്നെ ഇത് വരുമ്പോ ലക്നാവി പ്യൂർ ലക്നാവി ഈ പുതിയ തുണി തുറക്കുമ്പോൾ ഒരു സ്മെല്ലില്ലേ ഓ അതൊരു ശരിക്കും ഇത് ഇന്ന ഇറങ്ങിയ ഐറ്റം അല്ലേ അതെ 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 ഒരു ഹരാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു പുതിയ തുണി എന്നൊക്കെ പറയുമ്പോഴേ ഈ ലക്നാവി ഫുൾ പക്ക ഹാൻഡ് വർക്ക് ആണ് ഇത് ഒറിജിനൽ ലക്നാവി ഒറിജിനൽ ചെയ്തിട്ടുള്ള ലക്നൌന്ന് ശരിക്കും ഒറിജിനൽ ഇങ്ങടെ ഇറക്കുമതി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അതും കളർ കണ്ടേ അടിപൊളി ഷെയ്ഡ് ബനാറസി നമ്മ സാരീസിലെ കണ്ടതുപോലെ തന്നെ ഇപ്പൊ നല്ല ട്രെൻഡ് ആയിട്ട് മൂവ് ചെയ്ത ബനാറസി സ്റ്റൈലിൽ വരുന്നതാണ് ഇതാണ് ട്രഡീഷണൽ ആവട്ടെ ട്രഡീഷണൽ ഇല്ലെങ്കിൽ നമുക്ക് പാർട്ടി ആണെങ്കിൽ പാർട്ടി വെയർ ഫാൻസിയിൽ വേണമെങ്കിൽ ഫാൻസിയിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ജസ്റ്റ് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തൊരു ഒന്ന് വന്ന് കേറി നോക്ക് മേടിക്കണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒന്ന് കേറി വന്നാൽ മതി ഉറപ്പായിട്ട് ആരും ഇതുവരെ ബില്ല് അടിക്കാതെ പോയിട്ടില്ല അത് എനിക്കുണ്ട് ആ ഒരു കോൺഫിഡൻസ് ഇവിടെ കേറി വന്നു കഴിഞ്ഞാ ബൾക്ക് എടുക്കാണ്ട് ഇവിടുന്ന് പോവില്ല പിന്നെ ഷിപ്പിംഗിന്റെ കാര്യം അങ്ങനെ അതൊക്കെ എന്താ അതിനെ കുറിച്ച് ഷിപ്പിംഗ് നമുക്ക് അവരവരുടെ ഓപ്ഷനിൽ നമുക്ക് ബുക്ക് ചെയ്ത് വിടും അവർ 2 എടുക്കാൻ പറ്റും APS ആവട്ടെ KRS ആവട്ടെ ലോറി സർവീസസ് ഉണ്ട് എവിടെ വേണമെങ്കിൽ നമുക്ക് അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്ഥലത്ത് ഡിസ്പാച്ച് ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് എല്ലാ സർവീസും ഫാസ്റ്റ് മൂവിംഗ് ആണ് നമ്മുടെ എന്താ പറയാ കൂലി ചേട്ടന്മാര് നമ്മുടെ അത് മാത്രം നല്ല സപ്പോർട്ടീവ് ആണ് ഓണമിന്റെ സമയത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് അവരാണ് ഏത് സമയമാണെങ്കിൽ കൂടി ഇന്ന ബണ്ടിൽ നിങ്ങൾ ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാറുത് രാത്രി ആണെങ്കിൽ കൂടി നിങ്ങൾ പുറത്ത് വെച്ചിട്ട് പോയിക്കോ ഞങ്ങൾ കംപ്ലീറ്റ് ഡിസ്പാച്ച് അത്രയും എന്ന് വെച്ചാൽ ഈ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവരില്ലാണ്ട് ഈ എറണാകുളം മാർക്കറ്റ് ഇല്ല അതാണ് സത്യാവസ്ഥ അപ്പൊ ഇതൊരു ലുക്ക് വൈറ്റില് ഈ കളേഴ്സ് മാറും ഇതില് കോമൺ വൈറ്റും പിന്നെ ഇതിന്റെ വർക്കിന്റെ കളേഴ്സ് മാറും 4-5 കളേഴ്സ് വരും പിന്നെ ഇത് ഈ വർക്കിന് എന്താ പറയാ നോട്ട് വർക്ക് ഫ്രഞ്ച് നോട്ട് വർക്ക് ബട്ട് ഹാൻഡ് ആണ് കമ്പ്യൂട്ടർ ഇല്ല ആ ഡിഫറൻസ് കാണാൻ പറ്റും ചെറിയ ചെറിയ വർക്ക് കാണാൻ അത് കമ്പ്യൂട്ടറിൽ ചെയ്യാറാണ് ഇത് കംപ്ലീറ്റ് ഇരുന്നിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട് അതിലും ഫിനിഷിംഗ് ഉണ്ട് ഇതിലും ഫിനിഷിംഗ് ഇതിൽ ചെറിയൊരു ഫിനിഷിംഗ് കുറവ് ഉണ്ടാവും കാരണം ഇത് കൈ കൊണ്ടാവുമ്പോ ഇതിനകത്ത് ഇന്നും ബെറ്റർ ആയിരിക്കും കാണുമ്പോ ആ ഫ്രഷ്നെസ് ഇതിനകത്താണ് കൂടുതൽ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് ഓക്കെ നമ്മൾ രണ്ട് രീതിയിൽ കണ്ടിട്ടുണ്ട് അതാ ഞാൻ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഗുരുവിനോട് ചോദിച്ചറിയണല്ലോ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ നെറ്റ് കോട്ടാല ഇങ്ങനെ ഒരു വർക്ക് അതില് 2 സൈഡായിട്ട് ഇങ്ങനെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയില് ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സമയമുണ്ട് ഒவ்வொரு ഫ്ലോറും ഓരോ ഫ്ലോറല്ല ഓരോ ഐറ്റം അത്രയും ഉണ്ട് കാണിക്കാം പക്ഷെ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അതെ ഒരു സൈഡ് ബ്ലേസിൽ മാത്രം ഈ വൈറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത് ഇത് ലൈനിങ് അല്ല ബോട്ടം വേറെ ആണ് ഇനി ഞാൻ നിർത്തിച്ചു ഇനി ഉണ്ടാവും സമയം നമുക്ക് ഇഷ്ടംപോലെ കാണിക്കാൻ കേട്ടോ ആക്ച്വലി സമയം ഇല്ലാത്തടത്താണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ആളും ബിസിയാണ് സാറും ബിസിയാണ് ഞാനും ബിസിയാണ് എന്നാലും വെറൈറ്റി നിങ്ങളിലേക്ക് കാണിക്കണ്ടേ അപ്പൊ ബാക്കി കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ അറ്റത്ത് കണ്ണെത്തില്ല അത്രയും കളക്ഷൻസ് ഒരു ഫ്ലോറിന്റെ മാത്രമാണ് കാണുന്നത് ഇതില് റണ്ണിങ് മെറ്റീരിയൽസ് പിന്നെ നേരത്തെ മെറ്റീരിയൽസ് ദുപ്പട്ട പിന്നെ അപ്പുറത്തെ സൈഡ് കേരള സാരി നിങ്ങൾ മുകളിലെ ടോപ്പ് മേടിച്ചതുപോലെ തന്നെ നമുക്ക് ഇത് 2.5 ടോപ്പ് കട്ട് ചെയ്തും വെക്കാറുണ്ട് പിന്നെ കസ്റ്റമർ ആണോ ഇല്ല എല്ലാം നമ്മുടെ ഫാമിലിയാണ് എല്ലാം ഇവരുടെ സപ്പോർട്ട് കസ്റ്റമർ ആണെങ്കിൽ റിവ്യൂ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് ഇവരെല്ലാരും സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കസ്റ്റമേഴ്സ് കയറുമ്പോ അവരുടെ ആ ഒരു പരിവാരം ഉണ്ടല്ലോ അതാണ് അവർ കസ്റ്റമറിന്റെ ഞങ്ങളുടെ ഒരു കസ്റ്റമർ വന്നാ വിട്ടുകൊടുത്തേക്കാണ് അവർക്ക് അവർ അത്രയ്ക്ക് ഹാൻഡിൽ ചെയ്യും നമ്മുടെ സ്റ്റാഫ് എല്ലാ ഫ്ലോറിലാവട്ടെ അവർ അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ലാസ്റ്റിലെ എല്ലാ സ്റ്റാഫ്മാരും നിന്നിട്ട് ഒരു ബൈ പറയണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അത് ഇവിടെ നടക്കൂല കാരണം ഓരോരോ ഫ്ലോറിലുള്ള സ്റ്റാഫ്മാരും അവർ കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്തോണ്ടിരിക്കും അപ്പൊ കസ്റ്റമേഴ്സ് അവിടെ അനാഥ പോലെയായിട്ട് നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മള് തൽക്കാലം ഇവിടെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിർത്താണ് ഇനി ലൊക്കേഷൻ കാര്യങ്ങൾ അതുപോലെ തന്നെ ഓണായിട്ട് നമ്മുടെ ആൾക്കാരോട് എന്താ പറയാനുള്ളത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് റോഡില് കോൺവെന്റ് ജംഗ്ഷൻ
പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് കോൺവെന്റ് ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് നമുക്ക് വലിയ ബിൽഡിംഗ് കാണാൻ പറ്റും. വൈറ്റ് കളർ ബിൽഡിംഗ് MN ഫാഷൻസ് MN ഫാബ്രിക്സ് 6 ഫ്ലോർസ് ഉള്ള കടയാണ്. എല്ലാ ഐറ്റം ഉണ്ട്. ഓണത്തിന്റെ എല്ലാ ദിവസവും നമ്മുടെ കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫിന്റെ സർവീസ് പറയേണ്ട, ഏത് കസ്റ്റമറുടെ ചോദിച്ചാലും അവരുടെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. പിന്നെ ഓണം സ്കീം ഉണ്ട്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഓണത്തിന്റെ സ്കീം കൂടിയുണ്ട്. സെപ്റ്റംബർ 15 തീയതി വരാണ്. സോ അത് ബെനിഫിറ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഓണം സക്സസ് ആവാൻ MN വന്നാൽ മതി. എല്ലാ ഐറ്റമും കിട്ടും. എല്ലാതും നമ്മളെല്ലാം മനസ്സിൽ വിചാരിക്കുന്ന ഐറ്റംസ്, ആ കളേഴ്സ്, ആ ഡിസൈൻസ് എന്തും റെഡിയാണ്. ഈവൻ ഒരു ഫോട്ടോ അതും നമ്മൾ സെറ്റ് ചെയ്ത് തരും. മിക്കവാറും 90% ആ ഐറ്റം ഇവിടെ കാണും. ഇല്ലെങ്കിൽ അത് തീർന്നിട്ടുണ്ടാവും. ഞങ്ങൾ തിരിച്ച് നമ്മുടെ പ്രൊഡക്ഷനിൽ വരും. നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ഓണത്തിന് ലേറ്റസ്റ്റ് ട്രെൻഡിൽ മാത്രമേ ഞങ്ങൾ ഉള്ളൂ. ആ ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ എല്ലാ ഐറ്റംസും നമ്മുടെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ? രാവിലെ നമുക്ക് 9:30 തുടങ്ങിയിട്ട് തുറക്കണ സമയം അതാണ്. പൂട്ടറിന് നിങ്ങൾ എത്ര മണിക്ക് എത്തിനാ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വരാൻ നമുക്ക് കട തുറന്നു. കട 1 മണിക്ക് 2 മണിക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾ പൊക്കത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതാണ് കേട്ടോ. സൺഡേ ഓപ്പൺ ആണ്. അപ്പൊ ഹോൾസെയിൽ ആണ്, നോ റീറ്റെയിൽ. ഒരു സിംഗിൾ കസ്റ്റമറോ ബൾക്ക് എന്താ പറയാ, നമ്മുടെ കല്യാണ പാർട്ടിയോ അല്ലെങ്കിൽ കുടുംബശ്രീയോ ഇവർക്കൊന്നും അലൗഡ് അല്ല. ഒൺലി സെയിൽ, B2B. ഇതാണ് നമ്മുടെ MN ഫാഷൻ. ഈ MN ഫാഷനും MN ഫാഷനും രണ്ട് പേര് എങ്ങനെയാണ് അങ്ങനെ വന്നത്? അത് ആദ്യം തൊട്ടിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. MN ഫാഷൻ MN ഫാബ്രിക്സ് സെയിൽസ് ടാക്സിന്റെ ഒരു ടാക്സ് പെർസെന്റേജ് വേണ്ടി പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുന്നുണ്ട്. എനിക്ക് രണ്ടുപേരും ഫേമസ് ആയി. ഇപ്പൊ MN ഗ്രൂപ്പ് അങ്ങനെയായി മാറിക്കാണാം. അപ്പൊ MN ഫാഷൻ എന്ന് വെച്ചാൽ റണ്ണിങ് മെറ്റീരിയൽസ് തൊട്ട് ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ്സ് എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു MNത്തെ പുതിയ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ സത്യം പറഞ്ഞാൽ കുറച്ച് കാണിച്ചിട്ടുള്ള ബാക്കി എക്സ്ക്ലൂസീവ് കളക്ഷൻ കാണാൻ എനിക്ക് വേഗം ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ പുതിയ കസ്റ്റമേഴ്സും പുതിയ കട തുടങ്ങുന്ന എല്ലാവർക്കും വെൽക്കം. സാറിന്റെ ഭാഗം നല്ലൊരു സപ്പോർട്ട് തരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻ. അപ്പൊ ഒരു വായി പറയാ പിള്ളേരെ എല്ലാവരും. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.